ശ്രീനാരായണ സമാരംഭാം ശിവലിംഗാചാര്യമധ്യമാം ശ്രീബോധാനന്ദപര്യന്തം വന്ദേ ഗുരുപരമ്പരാം വന്ദേ ഗുരുപരമ്പരാം. അംബാമംബുജ സംസ്ഥിതാം ധൃതശുഖാം പീയൂഷഹസ്തോജ്വലാം ആപീനസ്തനഭാരമണ്ഡിതതനും ചിന്മുദ്രയാജ്ഞാനദാം ശ്രീനാരായണദേവവന്ദിതപദാം സൗമാംബരാം ഭാരതീം ധ്യായേത് ധ്യാനവിധാതൃപുസ്തകലസത്പാണീം ശിവാം ശരദം. ഏറെ ആദരണീയനായിരിക്കുന്ന നമ്മുടെ ശിശുപാലൻ സാറ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിചയമുള്ള ആളാണ് വിജയമ്മ ടീച്ചർ. പിന്നെ ഞാൻ എൻ്റെ ആചാര്യസ്ഥാനത്ത് കാണുന്ന കുളത്തൂർ മോഹനൻ സാർ അവർകൾ, ഇവിടെ ഇരിക്കുന്ന പല മുഖങ്ങളും എനിക്ക് പരിചയമുള്ളതും ആണ്. ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയത് 1 വർഷമേ ആകുന്നുള്ളൂ. 1 വർഷമായി. അപ്പോൾ സാറ് പറഞ്ഞല്ലോ, ഞാൻ ആനാവൂരാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. അരുവിപ്പുറത്താണ് വീട് വച്ചിരിക്കുന്നത്. മകളിവിടെ ടെക്നോയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, വൈഫ് കിംസിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും കൂടെയാണ് ഇങ്ങോട്ട്. എന്തായാലും സിറ്റിയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 20 വർഷത്തോളമായി. വളരെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ സാറ് പറഞ്ഞതുപോലെ ഗുരുവിൻ്റെ കാര്യങ്ങളുമായിട്ട്, അച്ഛൻ ഗുരുപൂജ ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കൂടെ നിന്ന് 7ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന സമയം മുതൽക്ക് അഷ്ടോത്തരം പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുക്കുകയും അച്ഛൻ പൂജ ചെയ്യുകയും ചെയ്യുന്ന ഒരു അനുഭവമുണ്ട്. ഇതിനിടയ്ക്കൊരു 10 വർഷത്തോളം ക്രിസ്തുമതം സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി. അത് ഞാൻ ഇന്നും ഒരു 5-6 കൊല്ലങ്ങൾക്ക് മുമ്പ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, മഹാഗുരു എന്താണ് ക്രിസ്തുമതം എന്ന് അറിയിക്കാനായിട്ട് ഒരു ചെറിയ അറിവ് അതിനെക്കുറിച്ച് കൂടെ പകർന്നു തരാൻ ഗുരു അങ്ങോട്ടേക്ക് കൽപ്പിച്ചയക്കുകയും തിരിച്ചു വിളിക്കുകയും ചെയ്തതെന്നാണ് എനിക്കതിനെപ്പറ്റി പറയാനുള്ളത്. കോട്ടെ, എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. എങ്കിലും സാറ് പറഞ്ഞ കണക്ക് മംഗലത്ത് ഓണത്ത് നമ്മുടെ കുളത്തൂർ ക്ഷേത്രത്തിന് പല പ്രാവശ്യങ്ങളിൽ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ ചാന്നാങ്കര SNDP വിശാഖയിൽ വെച്ചാണ് ഞാനും ടീച്ചറും വിജയമ്മ ടീച്ചറോട് പരിചയപ്പെടുന്നത്. ഏതായാലും നിങ്ങളെല്ലാം കാണുന്നതിനും പൊന്നുതമ്പുരാന്റെ പാദപൂജ ചെയ്ത ഈ പുണ്യ മണ്ണിൽ വന്ന് ഭഗവാന്റെ പാദരേണുക്കളിൽ ഈ പാപിയായ എൻ്റെ പാദങ്ങൾ കൂടെ അമർത്തിക്കൊണ്ടു നിന്ന് സംസാരിക്കുവാൻ ഗുരു കൽപ്പിച്ച ഈ അവസരം മഹാപുണ്യമായിട്ട് കരുതുന്നു. പ്രത്യേകിച്ച് കോലത്തികര എന്ന ദേശത്ത് താമസിക്കണം എങ്കിൽ കോലത്തികര സ്ഥലമൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ സുജനാനാം ചാരത്ത് വസിപ്പാൻ ഒരു ഭാഗ്യം വരണം എന്ന് മഹാഗുരു നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമ്പോൾ, അത് ഞാൻ എൻ്റെ ഭാര്യയോട് പറയട്ടെ, അത് പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി വന്നിട്ടുണ്ട് എന്ന്. ഇവിടെയുള്ള ആളുകള് പാവങ്ങളാണെന്നാണ് ഗുരു പറഞ്ഞത്, ഇല്ലേ? ഇന്ന് പാവങ്ങളൊന്നും അല്ല. എന്നാൽ ഗുരു പറഞ്ഞ നല്ല മനസ്സിന്റെ പാവങ്ങളാണ്. അത് വസ്തുത തന്നെയാണ്. അങ്ങനെ ഭക്തരായ നിങ്ങളുടെ മുമ്പിൽ സംവദിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കുന്നതിനുള്ള ഒരു അറിവിന്റെ പുസ്തകം എൻ്റെ പക്കലില്ല എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുകൊള്ളട്ടെ. കാരണം ഈ ഇരിക്കുന്നത് പണ്ഡിത സദസ്സാണ്, അതെനിക്ക് നന്നായിട്ടറിയാം. മോഹന സാറിനെ പോലുള്ളവര് അത്രയും ഗുരുവുമായിട്ട് ശിശുപാലൻ സാറ്, അതുപോലെ ടീച്ചർ, ഇവരൊക്കെ നന്നായിട്ട്, ഫാക്കൽറ്റിയെ പറ്റി ഞാൻ പറയാത്ത, എനിക്ക് ഇവരെയൊക്കെയാണ് നന്നായിട്ട് കുറച്ച് അടുത്തറിയാവുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആമുഖം ഒന്നും പറഞ്ഞ് അധികം ദീർഘിപ്പിക്കണ്ട. ഞാൻ ഏത് കൃതി എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ സാറ് ഈ കൊടുത്തിട്ടുള്ളതില്ലേ, നമ്മുടെ ഈ വർഷത്തെ ക്ലാസ്സിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കൃതി എടുക്കാനാണ് ശിശുപാലൻ സാറ് പറഞ്ഞത്. അപ്പം അതനുസരിച്ച് ഞാൻ 2 കൃതി അങ്ങോട്ടേക്ക് വെച്ചു. ഒന്ന് ഭദ്രകാളി അഷ്ടകം ചെയ്യാം എന്ന് പറഞ്ഞു. മറ്റൊന്ന് പറഞ്ഞത് ബാഹുലെ അഷ്ടകമാണ്. ഓം 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 ഹോമധൂമ പ്രകടതടചടാകോടി ഭോഗിപ്രകൃതം തുടങ്ങുന്ന കൃതി. അപ്പൊ ഇത് 2 കൃതികൾ. പിന്നെ ഭദ്രകാളി അഷ്ടകത്തെ ഒരു സാറിനോട് ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചു. കുളത്തൂർ കോലത്തികര ക്ഷേത്രത്തിലെ ഭദ്രകാളിയെ മാറ്റിക്കൊണ്ടാണ് പൊന്നുതമ്പുരാൻ നമുക്ക് ആ ശിവനെ പ്രതിഷ്ഠിച്ചു തന്നത്. അപ്പൊ ഞാൻ പ്രഭാഷണം ചെയ്യുന്ന പല ഭാഗങ്ങളിലും പോകുമ്പോൾ എന്തുകൊണ്ട് ശ്രീനാരായണ മഹാഗുരു ഭദ്രകാളി അഷ്ടകവും കാളീ നാടകവും ഒക്കെ നമുക്ക് രചിച്ചു തന്ന പൊന്നുതമ്പുരാൻ
എന്തുകൊണ്ട് കോലത്തുകര ക്ഷേത്രത്തിൽ ഭദ്രകാളിയെ മാറ്റി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എൻ്റെ അറിവിന്റെ തലത്തിൽ നിന്ന് പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, തിരുത്തി തരണം. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഈ ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമൊക്കെ, ഞാനെന്ന് പറയട്ടെ, ഞാൻ അടുത്ത കാലം വരെ വിശ്വസിച്ചിരുന്ന ഒരു ഭദ്രകാളിയെ അല്ല ശ്രീനാരായണ മഹാഗുരു ഭദ്രകാളി അഷ്ടകത്തിൽ നമുക്ക് വരച്ച് വെച്ചിരിക്കുന്നത്. നല്ല വർണ്ണ ശബളിതമായ രീതിയിലാണ് ഗുരു അതിനെ ഭദ്രകാളിയെ വിവരിച്ചിരിക്കുന്നത്. അപ്പൊ കുളത്തൂർ കോലത്തുകര ക്ഷേത്രത്തിലിരുന്ന ഭദ്രകാളി അവിടെ ശരിക്കും നമ്മുടെ പൂർവ്വപിതാക്കന്മാര് ഭദ്രകാളിയെ അല്ല ആരാധിച്ചത് എന്ന് വേണം പറയാൻ. എന്തുകൊണ്ടെന്നാൽ ഭദ്രകാളി എന്ന നാമധേയത്തിൽ മദ്യവും മാംസവും മത്സ്യവും ഒക്കെ കൊടുത്ത്, കോഴിയൊക്കെ അറുത്ത് രക്തമൊക്കെ കൊടുത്ത് ഒരു പൂജ നടത്തിയിരുന്ന, ആരാധന നടത്തിയിരുന്നത്. ശരിയല്ലേ? അങ്ങനെയാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നടത്തിയിരുന്നത്. അങ്ങനെ എവിടെയെങ്കിലും ഭദ്രകാളിക്ക് വേണ്ടി കോഴി അറുത്ത് കൊടുത്താൽ അവിടെ ഭദ്രകാളി ഇല്ല. ഇത് ഞാനല്ല പറഞ്ഞത്, ഇത് പറയുന്നത് ഗുരുവാണ്. അതിന് ദൈവചിന്തനമാണ് സാക്ഷി. ദൈവചിന്തനം 1 എടുത്ത് വായിച്ചു നോക്കണം. ദൈവചിന്തനം 1 ഗുരു ഈ നമ്മുടെ ഈ വായുമണ്ഡലം, ഭൂലോകത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ജീവജാലങ്ങളുണ്ടോ, ജീവിവർഗമുണ്ടോ, അവയെല്ലാം തന്നെ അതുപോലെ തന്നെ വായുമണ്ഡലത്തിലും ഉണ്ടെന്ന് പൊന്നു തമ്പുരാൻ നമുക്ക് ഉണർത്തിച്ചു തരുന്നുണ്ട്. ആ അടിസ്ഥാനം പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ ദൈവചിന്തനം പഠിക്കുമ്പോൾ നമുക്കറിയാം ആരേത് രൂപത്തിൽ പ്രാർത്ഥിക്കുന്നുവോ പൂജിക്കുന്നുവോ ആ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, ദേവി പ്രത്യക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ ഉപാസനാമൂർത്തി എത്തുന്നത്, സ്വീകരിക്കുന്നത്. അപ്പൊ ഭദ്രം എന്ന വാക്കിന്റെ അർത്ഥം സൂക്ഷിക്കുക, സംരക്ഷിക്കുക, ഭാഗ്യമുള്ളത്, നന്മയുള്ളത് എന്നൊക്കെയാണ്. അപ്പൊ നന്മയുള്ളത്, ശുദ്ധമായത് എന്നർത്ഥം ഭദ്രം എന്ന വാക്കിനുണ്ട്. അപ്പൊ ശുദ്ധമായ ഒരു മൂർത്തി, ആ മൂർത്തിയുടെ പേരിൽ നാം എന്തെങ്കിലും ചെയ്താൽ, അപ്പൊ ശുദ്ധമായതിന് നമ്മൾ അശുദ്ധമായത് കൊടുത്താൽ എന്ത് ചെയ്യില്ല, സാത്വിക ഗുണമുള്ള ഒരു ആരാധനാമൂർത്തി അവിടെ നിലനിൽക്കില്ല, ഓടിക്കളയും. ഇവിടെ നമ്മുടെ പൂർവ്വപിതാക്കന്മാര് മദ്യവും മാംസവും കൊണ്ട് ഭദ്രകാളി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നേദിക്കാൻ എത്തുമ്പോൾ അവിടെ എത്തുന്നത് പേയോ പിശാചോ അറുവലയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഗുരു ദൈവചിന്തനത്തിൽ പറയുന്ന ആ വായുലോകത്തിലുള്ള പൈശാചിക ശക്തികളായിരിക്കും. സാത്വിക ശക്തി മാറും. വരിക്കപ്പിലാവിലാണ് കടഞ്ഞെടുത്തതെങ്കിലും ആ വിഗ്രഹത്തിൽ നാം ആവാഹിച്ച് നാം സങ്കല്പിച്ചു വെച്ചിരിക്കുന്ന ഭദ്ര എന്ന കാളിയില്ല. പിന്നെ ആരുണ്ട്? രുദ്ര വരുമായിരിക്കാം. ഏതെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുള്ള ക്ഷുദ്ര ശക്തികൾ എത്തും. അങ്ങനെയുള്ളവരായിരുന്നു നമ്മുടെ പിതാക്കന്മാര് ആരാധിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഗുരു എന്ത് ചെയ്തത്, ആ വിഗ്രഹം എടുത്തു മാറ്റിയത്. അത് തന്നെ വെച്ചിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വീണ്ടും നമ്മൾ മദ്യം കൊടുക്കും, മാംസം കൊടുക്കും, അല്ലെ, ആ രക്തം കൊടുക്കും, അങ്ങനെ ആരാധിക്കും. അത് വേണ്ട, സാത്വികമായ ആരാധനയാണ് ഗുരു നമുക്ക് പരിചയപ്പെടുത്തിയത്. അതുപോലെ ഭദ്രകാളി അഷ്ടകം എന്ന കൃതിയില് ഗുരു തന്നിരിക്കുന്ന ഭദ്രകാളി തുടക്കം തന്നെ നമുക്ക് വായിച്ചു നോക്കി. നമ്മളുടെ ഭാവനാ ലോകത്തിലുള്ള ഒരു ഭദ്രകാളിയുടെ സ്വരൂപമല്ല ആദ്യമേ തന്നത്. സാത്വികമായ ഐക്യമുള്ള ഒരു ഭാവനാ ലോകത്തിൽ ഐക്യമുള്ള സന്തുഷ്ടമായ ഒരു കുടുംബ ജീവിത പശ്ചാത്തലത്തിനെ വർണ്ണിച്ചുകൊണ്ടാണ് ഭദ്രകാളിയിലേക്ക് ഗുരു നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ശരിയല്ലേ? ശ്രീമത്ത് ശങ്കരപാണി പല്ലവ കിരല്ലോ ലംബമാലോ ലസന്മാലാലോ ലകലാപകാള കബരി ഭാരാവലി, അല്ലെ? ഇങ്ങനെയാ പോകുന്നത്. ആരോടൊപ്പമാണ് ദേവി ഇരിക്കുന്നത്? പരമശിവനോടൊപ്പമാണ് ദേവി ഇരിക്കുന്നത്. പരമശിവനോടൊപ്പം ഇരിക്കുന്ന ദേവി ആരാണ്? പാർവതി ദേവിയാണ്. അപ്പൊ ഗുരു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ശ്രീനാരായണ പൊന്നു തമ്പുരാൻ ദർശിച്ച ഭദ്രകാളിയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഞാനും നിങ്ങളും കണ്ട് പരിചയപ്പെട്ട നമ്മൾ അറിഞ്ഞ ഭദ്രകാളിയല്ല. മഹാഗുരുവിന്റെ ദർശനം, ഗുരുവിന്റെ കൃതികൾ പഠിക്കുമ്പോൾ ആ ഒരു തലത്തിൽ നിന്ന് വേണം കാണാൻ. ഗുരുവിന്റെ കൃതികൾ സാധാരണ ഒരു കവിയുടെ രചനയും ശ്രീനാരായണ മഹാഗുരു എന്ന മഹാകവിയുടെ മഹാഋഷിയുടെ രചനയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം. സാധാരണ കൃതികൾ കവികള് ഭാവനാലോകത്തു നിന്ന് സങ്കല്പ ലോകത്തിൽ നിന്ന് കൃതികൾ ചമയ്ക്കുമ്പോൾ എഴുത്തുകാര് എഴുതുമ്പോ ശ്രീനാരായണ പരമഗുരുവെന്ന പരമഋഷിയാകുന്ന കവി ഋഷി എന്നാണ്. അങ്ങനെയുള്ള പരമഋഷിയായ പരമകവി
അവിടുത്തെ ആനുഭൂതിക തലത്തിൽ തണ്ടാരിൽ വീണ മധുവുണ്ട് ആരമിക്കുമൊരു വണ്ടാണ് സൂര്യസുകൃതി എന്ന ആ സൂര്യസുകൃതിയുടെ അവസ്ഥയിൽ ദൈവമേ നിനക്ക് നീയും ഞാനും ഒന്ന് തന്നെ എന്ന ആ തലത്തിൽ നിന്നുകൊണ്ടാണ് ഗുരു എഴുതുന്നത്. നമ്മളും ഗുരുവിന്റെ കൃതികൾ പഠിക്കുമ്പോൾ ആ തലത്തിലേക്കൊന്ന് ശ്രദ്ധ വിടാതെ അവിടെ നിന്നുകൊണ്ട് നാം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിൽ നോക്കുമ്പോൾ ഭദ്രകാളി അഷ്ടകത്തില് നമുക്കറിയാവുന്ന സാത്വികമായ ദേവീ ചൈതന്യങ്ങളെ ആകെ ഗുരു എന്ത് ചെയ്തിരിക്കുന്നു? വർണ്ണം കൊടുത്തു വച്ചിരിക്കുന്നതായിട്ട് കാണാം. ഓരോ മന്ത്രത്തിലും അതാണ്. ഒന്നാമത്തെ മന്ത്രത്തിൽ എടുക്കുമ്പോൾ നമുക്ക് പാർവതി ദേവിയെ കാണാൻ കഴിയും. രണ്ടാമത്തെ മന്ത്രത്തിൽ മാത്രമാണ് ഭദ്രകാളി എന്ന കേവലമായ ഭാവത്തെ ഗുരു തരുന്നത്. മൂന്നാമത്തെ മന്ത്രത്തില് വീണാവാദന കൗശലാശയാനന്ദ സന്ധായിനി വീണാവാദനം ചെയ്യുന്നത് സരസ്വതി ദേവിയാണ്. നാലാമത്തെ മന്ത്രത്തിലേക്ക് പോകുമ്പോ മഹിഷാസുര പ്രമഥിനി എന്ന് പറയുമ്പോ അവിടെ ദുർഗ വന്നു. അഞ്ചാമത് സമ്പത് സന്തതിദായിനി എന്ന് പറഞ്ഞു തുടങ്ങുമ്പോ എന്താണ് അഷ്ട മഹാലക്ഷ്മികളെയും പറഞ്ഞു. കാണണം നമ്മൾ ഭദ്രകാളി അഷ്ടകത്തില്. വെറുതെ ദാരികനെ നിഗ്രഹിച്ച് തലയറത്ത് ഇങ്ങനെ എന്താണ് ചോര ഇറ്റിച്ച് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നവളല്ല ഭദ്രകാളി. പിന്നെ ആരാ ഭദ്രകാളി? ഭദ്രം ചെയ്യുന്നവളാണ്, നന്മയെ പ്രദാനം ചെയ്യുന്നവളാണ് ഭദ്രകാളി. അതുകൊണ്ടല്ലേ ഗുരു പറഞ്ഞത് പ്രഭാതത്തിൽ പ്രഗേയ ഭട്ടൻ ശ്രേയ ശ്രീ ശിവകീർത്തി സമ്പദമലം സംപ്രാപ്യ സമ്പന്മയിൽ ശ്രീ ദൈവീ മനപ്പായിനെയും ഗതിമയൻസോ അയം സുഖി വർത്തതയെന്ന് അല്ലേ? അല്ലെങ്കിൽ ഗുരു പറയണോ? അല്ലെങ്കിൽ ഗുരു പറയുമായിരുന്നാ നിങ്ങളെല്ലാം ഈ ഭദ്രകാളി ആരാധിച്ചോ, ഏതെങ്കിലുമൊക്കെ ഭദ്രകാളി എന്ന ആ സങ്കല്പത്തിൽ നിങ്ങൾ വിചാരിക്കുന്നിടത്ത് പോകാൻ പറയുമോ? ഇല്ല. എന്താ നമുക്ക് ലഭിക്കുന്നത്? സമ്പത്തും സന്തതിയും തരും. ഇതിലപ്പുറം വല്ലതും വേണോ? ഒന്നും വേണ്ട. പിന്നെയോ അന്ത്യകാലത്ത് ആ പരമാത്മ ചൈതന്യത്തിൽ പോയി വിലയിക്കുകയും ചെയ്യാം. അവിടെയാണ് സാധാരണ ഞാൻ എവിടെയോ ഒരിടത്ത് ഭദ്രകാളി അഷ്ടകം എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു അർത്ഥതലം കിട്ടിയത്. അത് അന്നു മുതൽക്ക് ഞാൻ ഗുരു തന്നതാണെന്ന് കരുതി എൻ്റെ ഇതുപോലിരിക്കുന്ന ആളുകൾക്കൊക്കെ വിളമ്പി കൊടുക്കുകയും ചെയ്യും. ഭദ്രകാളി അഷ്ടകം സാറിനോട് പറഞ്ഞു. അത് ഭദ്രകാളി അഷ്ടകത്തില് ഗുരു നമുക്ക്, അതായത് ദേവി എന്ന സങ്കല്പത്തിൽ എത്ര രൂപഭാവഭേദങ്ങളെ നാം വർണ്ണിച്ചുണ്ടാക്കിയിരിക്കുന്നുവോ, ഭക്തലോകം കൽപ്പിച്ചുണ്ടാക്കിയിരിക്കുന്നുവോ, ഉപാസനാലോകം കൽപ്പിച്ചിരിക്കുന്നുവോ, അത്രയും ദേവീ സ്വരൂപങ്ങളെ ഭദ്രകാളി അഷ്ടകത്തിൽ നമുക്ക് കാണാം. അതാണ് ഈ ഭദ്രകാളി അഷ്ടകത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ വരുമ്പോ അതിൽ 8ാമത്തെ മന്ത്രത്തിലേക്ക് പോകുമ്പോ എല്ലാം ആദിപരാശക്തിയായി എന്ന് നമ്മൾ പരാശക്തി എന്ന് പറയുന്ന ദേവീ ചൈതന്യം ആ പാർവതി ദേവിയിൽ ആരംഭിച്ച് പാർവതി ദേവിയിൽ ചെന്ന് അവസാനിക്കുന്ന ഒരു മഹാ അദ്വൈതത്തിന്റെ അപാരതയിൽ ഗുരു കൊണ്ടുവന്ന് നിർത്തിയാണ് വെച്ചിരിക്കുന്നത് ഭദ്രകാളി 8ാമത്തെ മന്ത്രം. ഞാനിനി അധികം അങ്ങോട്ടേക്കും പോകുന്നില്ല. ഭദ്രം എന്ന വാക്കിന്റെ അർത്ഥം അറിയാം. അതനുസരിച്ചാണ് കാളി. സാധാരണ പ്രഭാഷകന്മാരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ധാരാളം മിടുക്കരായ പ്രഭാഷകന്മാരൊക്കെ പറയുന്നത്, പുസ്തകങ്ങളിലൊക്കെ നമ്മൾ വ്യാഖ്യാനങ്ങൾ കാണുന്നത് കാളിയെ എന്തിനാ ആരാധിക്കണമെന്ന്. കാളി എന്ന വാക്കിന്റെ അർത്ഥം കറുപ്പെന്നാണ്. ശരിയാണ്. പിന്നെന്തിനാ ഈ കറുത്തതിനെ ആരാധിക്കാൻ ഗുരു പറഞ്ഞത്? ഗുരു പറയുമോ കറുത്തതിനെ ആരാധിക്കാൻ? കറുപ്പെന്നാൽ അർത്ഥം എന്താ? കറുപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അജ്ഞതയാണ്, അറിവില്ലായ്മയാണ്, അവ്യക്തതയാണ്. ഇവിടെ ഭദ്രകാളി എന്നതിലെ കാളി എന്നാൽ അവ്യക്തത എന്ന് ധരിക്കണം. എന്താണ് അവ്യക്തത? വ്യക്തമാകാത്തത് അവ്യക്തത. എന്തുകൊണ്ടാണ് വ്യക്തമാകാത്തത്? ഒരു വസ്തുവിനെ നമ്മൾ നോക്കുമ്പോൾ ആ വസ്തു ഇരുട്ടത്തിരിക്കുകയാണെങ്കിൽ ആ വസ്തുവിനെ നമുക്ക് അവ്യക്തമായേ കാണാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഇരുട്ടത്തിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇരുട്ടത്തിരിക്കുന്ന വസ്തു എന്ന് പറഞ്ഞാൽ വെളിച്ചമില്ലാത്ത വസ്തു. വെളിച്ചമില്ലാത്ത വസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവില്ലാത്ത വസ്തു. അപ്പൊ നമ്മൾ ഇരുട്ടിന് അജ്ഞാനമെന്ന് കൽപ്പിക്കുമ്പോ അജ്ഞാനമാകുന്ന തലത്തിൽ, അജ്ഞാന തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു വസ്തുവിനെ നോക്കിക്കാണുമ്പോ അവിടെ എന്തുണ്ടാകും? അവ്യക്തത ഉണ്ടാകും. ഈ അവ്യക്തതയാണ് ഗുരു പറഞ്ഞില്ലേ, ദൈവദശക എന്താണ് ജനനി നവരത്ന മഞ്ജരിയിൽ ഗുരു വളരെ വ്യക്തമായി പറഞ്ഞു. എന്താണ്? ദേവാണ് അതിന്റെ മഹിമാവ് ആരറിഞ്ഞു ജനനി.
വാഴ്ത്തുവാനുമരുതേ എന്ന്. പല പുസ്തകങ്ങളിലും പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രഭാഷകരൊക്കെ പറയുന്നത് ശ്രീനാരായണ ഗുരുവിന് പോലും അശക്തമെന്നാണ്. ശുദ്ധ മണ്ടത്തരമെന്ന് ഞാൻ പറയുള്ളൂ. ഗുരുവിന് അസാധ്യമായതൊന്നുമില്ല ഇവിടെ. ഈ ഭൂലോകത്തില് ശ്രീനാരായണ മഹാഗുരുവിന് അസാധ്യമായതൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ജനനീ നവരത്ന മഞ്ജരിയിൽ വാഴ്ത്തുവാനും അരുതേ എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്നത് ഒരു പുസ്തകം ലോകത്തിലുള്ള സർവ്വ ബുക്കുകളിലോ എഴുതിയാലോ, ഇന്ന് ഇന്റർനെറ്റിന്റെ എല്ലാ പേജുകളിലും എഴുതിയാലും ആ വാക്കുകൊണ്ടും വാചകം കൊണ്ടും വിവരിച്ച് തീർക്കാൻ കഴിയാത്തത് അപൂർണം, അവ്യക്തം എന്നാണ് ഗുരു അവിടെ പറഞ്ഞത്. ജനനി, അവിടുത്തെ മഹിമാവ്, അത് വാഴ്ത്തുവാനും വരുത് എന്നാണ് പറഞ്ഞത്. ആർക്കും വാഴ്ത്തി തീർക്കാൻ കഴിയില്ല. ഒരു മനുഷ്യായുസ് കൊണ്ട് ഒരാൾക്ക് പഠിച്ചു തീർക്കാൻ ആരെ? ദേവി മഹാത്മ്യത്തെ, ദേവി ചൈതന്യത്തെ പഠിച്ചു തീർക്കാൻ കഴിയില്ല. അതാണ് വാഴ്ത്തുവാനും അരുതേ എന്ന് പറഞ്ഞത്. ആ വാഴ്ത്തുവാനും അരുതേ എന്ന് ഗുരു പറഞ്ഞ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന, അതിനെ ഗുരുവിന് അസാധ്യമെന്ന് കൽപ്പിച്ചു പോകരുത്. നമ്മള് അങ്ങനെ ധരിച്ചു വശാകരുത്, അത് പാപമാണ്. അത് മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഗുരുവോട് വാഴ്ത്തുവാനും അരുതെന്ന് പറഞ്ഞത്? അത് അസാധ്യമെന്നല്ല, അതിനെ ആർക്കും വർണ്ണിച്ചു തീർക്കാൻ കഴിയില്ല, ആരാലും കഴിയില്ല. അഴകൊട്ട് ഭാരത യുദ്ധം അദ്രിയിന്മേലെന്ന് പറഞ്ഞില്ലേ ഗുരു? തുടങ്ങിയില്ല അങ്ങനെ അല്ലേ? ഗണപതിയോട് പറഞ്ഞില്ലേ എഴുതിക്കോ, പിടിച്ചോ? ഗുരു എഴുതിയത് എവിടെയാണ്? ആദ്രിയിലെ പർവ്വത ശിഖരങ്ങളിൽ എങ്ങനെ എഴുതി തീർത്തില്ലേ? അപ്രകാരത്തിൽ പോലും ദേവിയുടെ, ജനനിയുടെ മഹിമാവിനെ വാഴ്ത്തുവാൻ കഴിയില്ല, വാഴ്ത്തി തീർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കണം നമ്മൾ. അങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്. ആ തലം വെച്ച് നോക്കുമ്പോ കാളി എന്ന വാക്കിന്റെ അർത്ഥം കിട്ടി. എന്താണ്? അവ്യക്തം. ഏതവ്യക്തം? വ്യക്തമായി മനസ്സിലാക്കുന്നതിനുള്ള കെൽപ്പില്ലാത്ത അവ്യക്തം. അങ്ങനെ നോക്കുമ്പോ ഭദ്രകാളി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പൂർണ്ണമായി അറിയാൻ, ഗ്രഹിക്കാൻ കഴിയാത്തത്. ആർക്ക്? ഒരു ഉപാസകൻ. അവൻ പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ എന്തായി മാറണം? അത് തന്നെയാകണം. ഏത് തന്നെയാകണം? ആ ബ്രഹ്മം തന്നെയായിട്ട് മാറണം, ഇല്ലേ? ഏതേപോലെ ഉപ്പുപാവ സമുദ്രജലത്തിന്റെ ആഴമളക്കാൻ പോയി അതായി തീർന്നത് പോലെ. ഇപ്പൊ ഭദ്രകാളി എന്നതുകൊണ്ട് ഉദ്ദേശിച്ച അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഭദ്രം എന്ന വാക്കിന് നന്മയുള്ളതെന്നാണ് അർത്ഥം, ഭംഗിയുള്ളതെന്നാണ് അർത്ഥം, എന്താണ്? നല്ലത് തരുന്നെന്ന അർത്ഥമുണ്ട്. കാളി എന്ന വാക്കിന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അർത്ഥം. നമുക്ക് ഭദ്രകാളി ഇഷ്ടത്തിലേക്ക് വരാം. ഉണ്ടോ ബുക്ക് എല്ലാവരുടെയും കയ്യിൽ? പുസ്തകം വേണ്ടേ? ആ, പുസ്തകം വേണം. ഭദ്രകാളി ഇഷ്ടം എടുത്ത് വെച്ച് നോക്കാം. ശ്രീമശങ്കരപാണി വല്ലഭ കിരല്ലോലംബമാലോല സന്മാലോല കലാപകാളകബരേ ഭാരാവലി ഭാസുരീം കാരുണ്യാമൃത വാരിരാശിലഹരി പീയൂഷവർഷാവലീം ബാലാംബാം ലളിതാളകാം അനുദിനം ശ്രീഭദ്രകാളീം ഭജേ. ഹേലാദാരിക ദാരികാസുരശിര ശ്രീവീരബാണോന്മദ ശ്രേണീശോണിത ശോണിമാധരപുടീം വീടീരസാസ്വാദിനീം പാടീരാതി സുഗന്ധിജുചുകതടീം ശാടീകുടീരസ്തനീം ഘോടീവൃന്ദസമാനധാടിയുയുധീം ശ്രീഭദ്രകാളീം ഭജേ. ബാലാർക്ക ആയുധകോടിഭാസുര കിരീട ആമുഗ്ധമുഗ്ധാളക ശ്രേണീ നിന്ദിതവാസിക അമര സരോജ ആകാഞ്ജലോരുശ്രിയം വീണാവാദന കൗശലാശയശയ ശ്രീയാനന്ദ സന്ദായിനീം അംബാം അംബുജലോചനാം
അനുദിനം ശ്രീഭദ്രകാളി ഭജേ. മാതംഗശ്രുതിഭൂഷിണി മധുധരീ വാണി സുധാമോഷിണി ഭ്രൂവിക്ഷേപ കടാക്ഷ വീക്ഷണ വിസർഗ ക്ഷേമ സംഹാരിണി മാതംഗീം മഹിഷാസുരപ്രമഥിനീം മാധുര്യധുര്യാകര ശ്രീകാരോത്തര പാണി പങ്കജപുടീം ശ്രീഭദ്രകാളീം ഭജേ. മാതംഗാനന ബാഹുലേയ ജനനീം മാതംഗസംഗാമിനീം ചേതോഹാരിതനുച്ഛവിം ശബരികാ ചക്ഷുഷ്മദീം അംബികാം ദൃംഭത്പ്രൗഢ നിസുംഭസുംഭമധിനീം അംഭോജഭൂപൂജിതാം സമ്പത്സന്തതിദായിനീം ഹൃദി സദാ ശ്രീഭദ്രകാളീം ഭജേ. ആനന്ദൈകതരംഗിണീം അമലഹൃന്നാളികഹംസീമണീം പീനോ ഉത്തുംഗഘനസ്തനാം ഘനലസത് പാടീരപങ്കോജ്വലാം സൗമാവീത നിതംബബിംബരസനാ സ്യൂതക്കൊണക്കിങ്കിണീം ഏണാംഗാംബുജഭാസുരാസ്യ നയനാം ശ്രീഭദ്രകാളീം ഭജേ. കാളാംബോധകളായ കോമളതനുച്ഛായാശിരീഭൂതിമത് സംധ്യാനാന്തരിതസ്തനാന്തരലസൻ മാലാകിലൻ മൗക്തികാം നാഭീകൂപസരോജ നാളിവിലസത് ജാതോദരീ ഈശാപദീം ദുരീകുർവൈ ദേവി ഘോരദുരിതം ശ്രീഭദ്രകാളീം ഭജേ. ആത്മീയസ്തനകുംഭകുങ്കുമരജ പങ്കാരുണാലം കൃത ശ്രീകണ്ഠൗരസഭൂരിഭൂതി അമരീ കോടീരഹീരായിതം വീണാപാണി സനന്ദനന്ദിതപദാം ഏണീ വിശാലേക്ഷണാം വേണീഹ്രീണിതകാളമേഘപടലീം ശ്രീഭദ്രകാളീം ഭജേ. ഫലശ്രുതി ദേവീ പാദപയോജപൂജനം ഇതി ശ്രീഭദ്രകാളഷ്ടകം രോഗൗഘാഘന അനിലായിതമിദം പ്രാതഃപ്രഗേയ പഠൻ ശ്രേയ ശ്രീശിവകീർത്തി സമ്പദമലം സംപ്രാപ്യ സമ്പന്മയീം ശ്രീദൈവീമനപ്പായിനീം ഗതിമയൻ സോ അയം സുഖീ വർത്തതേ. നമുക്കതിൻ്റെ ഒന്നാമത്തെ മന്ത്രം മുതൽക്ക് നോക്കാം. ശ്രീമത് ശങ്കരപാണി പല്ലവ കിരല്ലോലംബമാലോല സന്മാലാലോല കലാപ കാള കബരീ ഭാരാവലി ഭാസുരീം കാരുണ്യാമൃത വാരിരാശി ലഹരി പീയൂഷ വർഷാവലീം ബാലാംബാം ലളിതാളകാം അനുദിനം ശ്രീഭദ്രകാളീം ഭജേ. നമ്മൾ ആദ്യം ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഒന്നാമത്തെ മന്ത്രത്തിൽ മഹാഗുരു ദർശിച്ച ഭദ്രകാളി ആരാണ്? പാർവതിയാണ്. പാർവതിയിലെ പരമേശ്വരനൊപ്പം ഇരിക്കുന്നത് നോക്കൂ. ശ്രീമത്
ശങ്കരപാണി പല്ലവ. ശ്രീ അധികം ശങ്കരൻ, ശ്രീ അധികം വിഷ്ണു എന്ന് പറഞ്ഞാൽ വിഷ്ണു സമേതൻ. ആരോടൊപ്പം? ലക്ഷ്മി സമേതനായ വിഷ്ണു. ശ്രീ അധികം ശങ്കരൻ എന്ന് പറയുമ്പോൾ പാർവതി സമേതനായ ശിവശങ്കരൻ. അപ്പൊ പാർവതിയോടൊപ്പം ഇരിക്കുന്നു ആര്? ശങ്കരൻ. എന്താ അവിടെ ചെയ്യുന്നത്? പാർവതി ദേവിയുടെ നീണ്ട് ചുരുണ്ട് ഇടതൂർന്ന ആ കേശഭാരത്തില് മനോഹരമായ പൂമാല മെടഞ്ഞ് ഇട്ടിരിക്കുന്നു. ആ പൂമാലകളുടെ സൗരഭ്യവും അതിൽ നിന്നുള്ള തേനും നുകരുവാനായിട്ട് എന്താണ്, കാർമേഘ പടലം പോലെ വണ്ടിൻ നിരകൾ ഇങ്ങനെ പാഞ്ഞെടുക്കുന്നു. ഈ മുടികളിൽ ഭഗവാൻ പാർവതീദേവിയുടെ മുടികളിൽ ഇങ്ങനെ മുടിയിടകളിലൂടെ തലോടുമ്പോ ഭഗവാന്റെ പല്ലവം പോലുള്ള തളിരില പോലെ മാർദ്ദവമായ എന്താണ് ഭംഗിയുള്ള സംശുദ്ധമായ കരങ്ങൾ ചെല്ലുന്നിടത്തു നിന്ന് വണ്ടിൻ നിരകള് ഒഴുകി മാറുന്നു, ഓടി മാറുന്നു. ഭഗവാൻ താഴേക്ക് കരം കൊണ്ടുപോകുമ്പോൾ വണ്ടിൻ നിരകൾ മുകളിലേക്ക് എത്തുന്നു. ഈ ഒരു ചിത്രം സന്തുഷ്ടമായ കുടുംബ ജീവിതത്തിന്റെ ഐക്യത്തിന്റെ സമാധാനത്തിന്റെ ഒരു പ്രതീകം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് തന്നുകൊണ്ടാണ് ഭദ്രകാളിയെ ഗുരു ഉപാസിക്കാനായിട്ട് കൽപ്പിക്കുന്നത്. അല്ലേ? അല്ലേ? അതാണ്. അപ്പൊ ഞാൻ വാക്കുകളുടെ അർത്ഥം പറയണോ? സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞു പോണോ? അത് ആശയം പറഞ്ഞാൽ മതിയോ? വാക്കിന്റെ അർത്ഥം സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞു പോയോ ഒരു ക്ലാസ് കൊണ്ട് തീരത്തില്ല, 2 ക്ലാസ് കൊണ്ട് തീരുമെന്ന് ഗുരു തീരുമാനിക്കും. വാക്കർത്ഥം വേണം, എന്നാ വാക്കർത്ഥം പറയാം. അപ്പൊ ശ്രീമത് ശങ്കരൻ അറിയാമല്ലോ, എന്റെ അർത്ഥം അറിയാമല്ലോ. പാണി, പാണി, പാണി പല്ലവം, പല്ലവ പാണി, പല്ലവം പോലുള്ള തളിരില പോലെ വളരെ മൃദുവായ ശുദ്ധമായ മാർദ്ദവമുള്ള, അവിടെ ഭഗവാന്റെ സംശുദ്ധതയെ പ്രതിനിധീകരിക്കുന്നു ആ പല്ലവം എന്ന വാക്കുകൊണ്ട്. ആ കരം കൊണ്ട് ഭഗവാൻ ഇങ്ങനെ ദേവിയുടെ കിരല്ലോലംബമാലോല, കിരത്ത് എന്ന് പറഞ്ഞാൽ ചിതറിപ്പോകുന്ന, കിരത്ത് ചിതറുക, ലോലംബമാല വണ്ടിൻ നിര. അപ്പൊ കിരല്ലോലംബമാലോല സന്മാലാലോല കലാപകാള കബരി. സൻലോലം ചെയ്യുക, ഇളകുന്ന. മാല എന്ത് ചെയ്യുന്നു? ലോലമാല, ഇളകുന്ന മാല. അപ്പം ദേവിയുടെ മുടിയിൽ ഇങ്ങനെ തിരികിയിരിക്കുന്ന മാലകൾ ഭഗവാൻ തഴുകുന്നതിനനുസരിച്ച് എന്തെന്നു? ഇളകുന്നു. അതിനനുസരിച്ച് ഇളകിയോടുന്നു ആര്? വണ്ടിൻ നിരകൾ. അതാണ് ആ ചിത്രീകരണം. സന്മാലാലോല കലാപ കാള കബരി ഭാരാവലി. കബരി മീൻസ് മുടിക്കെട്ട്, കബരി ഭാരം, ഭാരമുള്ള, ആവലി കൂട്ടം, ഭാരമുള്ള മുടിക്കെട്ടിന്റെ കൂട്ടം എന്ന് പറഞ്ഞാൽ ഇടതൂർന്ന കറുത്തിരുണ്ട, ഇന്നത്തെ പോലെ ഹെന്നയൊന്നും അടിക്കാത്തത് അല്ലേ, അങ്ങനെയുള്ള മുടി, നല്ല ഇടതൂർന്ന മുടി താഴറ്റം വരെ അല്ലേ, നീണ്ടു നിവർന്ന് കിടക്കുന്ന മുടിക്കെട്ടില് നല്ല മുല്ലമാല അല്ലെങ്കിൽ അതുപോലെ സുഗന്ധ തരുന്ന പിച്ചിമാല ആയിക്കോട്ടെ, അങ്ങനെ ദേവി ചൂടിയിരിക്കുന്നു. മുല്ലമാല എന്നാണ് വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ ഭഗവാൻ ഇങ്ങനെ തഴുകുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? കാരുണ്യാമൃത വാരിരാശി ലഹരി പീയൂഷ വർഷാവലി. നമുക്ക് തന്നെ അറിയാം, ഇപ്പോ നമ്മളെല്ലാം കുടുംബത്തോടെ ജീവിക്കുന്നവരാണ്. ഭർത്താവും ഭാര്യയും ഒക്കെ നല്ല സന്തോഷവതികളായ സന്തോഷത്തോടിരിക്കുന്ന സമയത്ത്, തമ്മിൽ വഴക്കും പിണക്കമൊന്നും ഇല്ലായിരിക്കുന്ന സമയത്തെ അല്ലേ, പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്താണ് ഇന്നലെ കഴിഞ്ഞ ദിവസം എന്താണ് പറഞ്ഞ, ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തില് പതുക്കെ ഭർത്താവിനെ കൊണ്ട് പല കാര്യങ്ങളും സാധിപ്പിച്ചെടുക്കുന്ന ആ ഒരു സമയത്താണ്. എന്നതുപോലെ ഇവിടെ കാരുണ്യാമൃത വാരിരാശി ലഹരി. ഇപ്പൊ ദേവി ഭഗവാന്റെ സമേതയായിട്ടിരിക്കുന്ന സമയത്ത് അമ്മ കാരുണ്യ അമൃത വാരിരാശി ചൊരിയുകയാണ്. ആർക്ക്? ഭക്തർക്ക്, നമുക്ക്. അങ്ങനെയാണ് ദേവിയുടെ ഇരിപ്പ്. ഭഗവാന് അമ്മ കാരുണ്യം ചൊരിയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഉണ്ടോ? രണ്ടുപേരും കാരുണ്യ സാഗരങ്ങളാണ്. അപ്പൊ ആ കാരുണ്യ വാരിരാശി ലഹരി ചൊരിയുന്നത് ഉപാസകർക്ക്. അങ്ങനെ കാരുണ്യ അമൃത വാരിരാശി ലഹരി, അതിന്റെ അർത്ഥം അറിയണ്ടല്ലോ. വാരി സമുദ്രം, ലഹരി പീയൂഷ വർഷാവലി,
ലഹരി എന്ന് പറഞ്ഞാൽ തിര. ലഹരി പീയൂഷം കാരുണ്യ അമൃത തിര തള്ളുന്നതായ സമുദ്രം. അത്ര കണ്ട് കാരുണ്യമാണ് ശ്രീനാരായണ മഹാഗുരു പാർവതീ സ്വരൂപത്തിൽ ദർശിച്ച ഭദ്രകാളിക്ക് എന്നർത്ഥം. ബാലാംബം, ബാലന്മാരുടെ അമ്പയായിട്ടുള്ളവളെ. ആരുടെയൊക്കെ? മുരുകന്റെയും ഗണപതിയുടെയും അമ്പയായിട്ടുള്ളവളെ. ലളിത അളകം, ലളിത അളകം. അളകം എന്ന് പറഞ്ഞാൽ എന്താണോ? കൂർനിര. നല്ല ചുരുണ്ട ലളിതമായ ഭംഗിയുള്ള എന്നതും നേർത്ത എന്നർത്ഥവും പറയാം. അപ്പൊ നേർത്ത് ഭംഗിയുള്ള ചുരുണ്ട കുറുനിരകളോട് കൂടിയ അല്ലയോ അമ്മേ. ദേവിയുടെ ശിരസിനെ വർണ്ണിച്ചു. എന്ത് ചെയ്യുന്നു? അങ്ങനെയുള്ള സ്വരൂപത്തെ അനുദിനം ഭജേ. ആരെ ഭജിക്കുന്നു? ഭദ്രകാളിയെ ഭജിക്കുന്നു. ഇനി പറയൂ, നമുക്ക് പരിചയമുള്ള ഭദ്രകാളിയാണോ ഗുരു ഇവിടെ വർണ്ണിച്ചത്? ആണോ? അല്ല. അപ്പൊ ഇനി നമ്മൾ ഭദ്രകാളി എന്ന് പറയുമ്പോ വർണ്ണിക്കുന്ന രൂപത്തെയാണോ കാണേണ്ടത്? അല്ല. ഗുരു കണ്ട ഭദ്രകാളി, ഗുരു ദർശിച്ച ഭദ്രകാളി, പരമശിവനോടൊപ്പം ഇരിക്കുന്ന ഭദ്രകാളി അല്ലേ? നല്ല പുഞ്ചിരി തൂക്കിയിരിക്കുന്ന ഭദ്രകാളി, നല്ല മുടി, ഇങ്ങനെ നീണ്ട മുടിയില് എന്താണ് പൂമാല മെടഞ്ഞിട്ട് ഇട്ടിരിക്കുന്നതായ ചന്തമുള്ള ഭദ്രകാളി അല്ലേ? നല്ല കുറുനിരകളോട് കൂടിയ മുഖമുള്ള ഭദ്രകാളി. ഭാവനയെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? അതിനെ കാണണം. ഇനി ഒന്നാമത്തെ മന്ത്രത്തിൽ എന്തെങ്കിലും പറയണോ ഞാന്? ശ്രീമത് ശങ്കര പാണി പല്ലവ, പല്ലവ പാണി എന്നെടുക്കുക. കിരല്ലോലംബമാലോല സന്മാലോല കലാപ കാള കബരി ഭാരാവലി ഭാസിനി. അത്ര ഒരുമിച്ച് പറയണം. അതാണ് സുഖം. കാരുണ്യാമൃത വാരിരാശി ലഹരി പീയൂഷ വർഷാവലി ബാലാംബാം ലളിതാളകാം അനുദിനം ശ്രീഭദ്രകാളി ഭജി. കൂടുതൽ ദീർഘിപ്പിച്ചതിന്റെ വ്യാഖ്യാനത്തിലേക്ക് പോയാൽ നമുക്ക് തീരത്തില്ല. മനസ്സിലായോ? ചൊല്ലാം ഒന്നാമത്തെ മന്ത്രം. ശ്രീമത് ശങ്കര പാണി പല്ലവ കിരല്ലോലംബ മാലോലസൻ മാലാലോല കലാപകാള കബരി ഭാരാവലി ഭാസുരി കാരുണ്യാമൃത വാരിരാശി ലഹരി പീയൂഷ വർഷാവലി ബാലാംബാം ലളിതാളകാം അനുദിനം ശ്രീഭദ്രകാളീം ഭജേ. അപ്പൊ ആ ഒരു സ്വരൂപത്തെ നമ്മുടെ എന്താണ് ഉള്ളിലേക്ക് കൊണ്ട് വന്ന് വേണം ഈ കൃതിയുടെ ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് പോകാം. രണ്ടാമത്തേതില് ശരിയായ ഭദ്രകാളിയെ ഗുരു വർണ്ണിച്ചു തരുന്നുണ്ട്. നമുക്ക് പരിചയമുള്ള ഒരു ഭദ്രകാളി സ്വരൂപം. എന്നാൽ ഈ സ്വരൂപം കേവലമാണ്. അതും കൂടെ അറിയണം അല്ലേ? ദേവി ആരാണ്? ആദിപരാശക്തിയാണ്. ശരിയല്ലേ? അതൊന്നല്ലേ ഉള്ളൂ, ഒറ്റ ശക്തിയേ ഉള്ളൂ. ആ ഒരേ ഒരു ശക്തിയാണ് ബ്രഹ്മത്തിനുള്ളിൽ എന്ത് ചെയ്തിരുന്നത്? ലീനമായിരിക്കുന്നത് അല്ലേ? അത് അറിയാമല്ലോ നിങ്ങൾക്ക് നല്ല അറിവുള്ളവരാണ് നിങ്ങൾ. ആ ബ്രഹ്മത്തിന്റെ ഉള്ളിലാണ് ആര് കുടികൊള്ളുന്നത്? ശക്തി കുടികൊള്ളുന്നത്. ഈ ശക്തി ഇരുന്നിങ്ങനെ സ്പന്ദിക്കുന്നതാണ് എന്തോന്ന്? സൃഷ്ടി. അതാണ് സൃഷ്ടി നടക്കുന്നത്. അനുനിമിഷം എത്ര കോടി പ്രാവശ്യം ശക്തി ബ്രഹ്മമാകുന്ന പരമപുരുഷനിൽ ഉള്ളിലിരുന്ന് സ്പന്ദിക്കുന്നുവോ അത്രയും കോടി സൃഷ്ടി പ്രപഞ്ചത്തില് സംജാതമാകും. ഒപ്പം ഇതിലെതിര് പറയുന്നുണ്ട് ഭംഗിയായിട്ട്, ഭദ്രാളേശ്വര ഗുരു പറയുന്നുണ്ട്. അമ്മയുടെ പുരികക്കൊടി ചലിപ്പിക്കുന്നതാണ് സൃഷ്ടി. നമുക്കതിലേക്ക് വരാം. അപ്പൊ ഇവിടെ ഹേലാദാരിത ദാരിക അസുര ശിര ശ്രീ വീരപാണോന്മത ശ്രേണി ശോണിത ശോണിമാ അധരപുടീം വീടീരസ ആസ്വാദിനീം. ഹേല, ഹേല എന്ന വാക്ക് സംസ്കൃത പദമാണത്. ഇത് സംസ്കൃത കൃതിയും കൂടെയാണ്. അപ്പൊ ഹേല എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമാണ്. നമ്മളൊരു പൂ വിറുക്കുന്ന രാഘവത്തോടെ എന്ന് പറയും. ഭദ്രകാളി ദാരികനെ നിഗ്രഹിക്കാൻ പോകുന്നതിന് മുമ്പുള്ള സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് വരണം. അവിടെ ദാരികന്റെ അടുത്തേക്ക് എത്തുന്ന
എല്ലാ സൈന്യത്തെയും ദാരികൻ നിഷ്കരണവും നിഷ്പ്രയാസവും അമർച്ച ചെയ്ത ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഭദ്രകാളി ആ ഒരു സ്വരൂപത്തിലേക്ക് അങ്ങോട്ട് പോയി ദാരികനെ നിഗ്രഹിക്കുന്നത്. ആ ദാരികന് ആരാലും അമർച്ച ചെയ്യാൻ കഴിയാത്തതായ വരപ്രസാദം നേടിയ ദാരികന് ഭദ്രകാളി എന്ന ആദിപരാശക്തിയായിരിക്കുന്ന ശ്രീനാരായണ ഗുരു പാർവതി ആയി കണ്ട ഭദ്രകാളി ഹേലാദാരിക പൂവിറുക്കുന്ന പോലെ എന്ത് ചെയ്തു? ദാരികന്റെ ശിരസിനെ നുള്ളിയെടുത്തു, അല്ലേ? അറുത്തെടുത്തു. ഹേലാദാരിത. എന്തിന്? ദാരികാസുര ശിര, ദാരികൻ എന്ന അസുരന്റെ ശിരസിന് ശ്രീ വീരബാണോന്മത. ഇവിടെ വീരബാണം എന്ന വാക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. വീരബാണം എന്നതുകൊണ്ട് പലരും, ഞാൻ വായിച്ച പല ആളുകളും വ്യാഖ്യാതാക്കളും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഈ ഭദ്രകാളി അങ്ങോട്ട് ദാരികന്റെ ശിരസ് അറുത്ത് ദാരികന്റെ രക്തമൊക്കെ കുടിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ വിശ്വസിക്കാനും ചിന്തിക്കാനും എനിക്ക് കഴിയുന്നില്ല. ഇവിടെ പറയുന്ന വീരബാണം, ഇവിടെ പറയുന്ന അസുരനാര്, അത് പറഞ്ഞല്ലോ വീരബാണത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാവും. ഇവിടെ പറയുന്ന അസുരനാര് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ള പക, ദേഷ്യം, അസൂയ, കുശുമ്പ്, തമ്മിലടിപ്പിക്കുന്നതിനുള്ള ഗുണം, ഇതൊക്കെയാണ് അസുരൻ, അല്ലേ? ഈ ദാരിക നിഗ്രഹം വന്നത് എവിടെന്നാ? പുരാണത്തിൽ നിന്നല്ലേ? പുരാണം എവിടെന്നാ ഉണ്ടായത്? പുരാണങ്ങൾ ഉണ്ടായത് വേദങ്ങളുടെ അനുച്ഛേദങ്ങളായിട്ട് വന്നാണ് പുരാണങ്ങൾ. അറിയാമല്ലോ, വേദങ്ങളെ അങ്ങോട്ട് പകുത്ത് 1008 10,008 ആയിട്ടൊക്കെ വിഭജിച്ച് പിന്നെ കുറെ ഉപനിഷത്തുകളാക്കി. ആ ഉപനിഷത്തുകളെയും പിന്നെ ശങ്കരാചാര്യ ഗുരു ദശോപനിഷത്തായി ചുരുക്കി, അല്ലേ? ഇതെന്തിനാ ഇങ്ങനെയൊക്കെ ചെറുതാക്കി തന്നത്? ഇനിയത്തെ തലമുറ ഇതിനെന്തിനു സമയം കിട്ടത്തില്ല, ഇവർക്കൊന്നും സമയം കിട്ടും. അതറിയാം നമ്മുടെ ആചാര്യന്മാർക്ക്, ഋഷി പരമ്പരകൾക്കറിയാം. അതുകൊണ്ട് ഋഷികൾ ആചാര്യന്മാരും ഇതിനെയൊക്കെ ചുരുക്കി കൊണ്ടുവന്നു, അല്ലേ? ശരിയല്ലേ? 10,000കണക്കിന് ഉപനിഷത്തുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അതിനെയൊക്കെ ശങ്കരാചാര്യര് പിന്നീട് 100ആക്കി, പിന്നെ എന്ത് ചെയ്തു? ദശമാക്കി, അല്ലേ? ആചാര്യഗുരു ദശമാക്കി തന്നു. ശ്രീനാരായണ ഗുരുവോ എല്ലാം കൂടി കാച്ചി കുറുക്കി ഒറ്റ ഉപനിഷത്തിൽ കൊണ്ടുവന്നു. ഏതുപനിഷത്താ? ഈശാവാസ്യ ഉപനിഷത്ത്. എന്റെ ദൈവമേ, പ്ലതൂരാരാണോ അങ്ങനെ ഉണ്ടായിരിക്കുന്നത്? ഈശാവാസ്യ ഉപനിഷത്ത്, അല്ലേ? ഗുരു അത് നമ്മൾ അറിയണം. അപ്പൊ അങ്ങനെ വന്ന ഉപനിഷത്തുകളെ ലഘുവാക്കി, വേദങ്ങളോ ലഘുവാക്കി ഉപനിഷത്താക്കി, ഉപനിഷത്തുകളെ വീണ്ടും ലഘുവാക്കിയിട്ട് നമുക്ക് മണ്ടന്മാർക്ക് പഠിച്ചോട്ട് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? കഥാരൂപത്തിലാക്കി. ആ കഥാരൂപത്തിലാക്കിയതാണ് പുരാണങ്ങൾ. നിന്റെ ഉള്ളിലിരിക്കുന്ന അസുരനെ നിഗ്രഹിക്കണമെന്ന് പഴയ കാലത്ത് നമ്മുടെ പൂർവ്വപിതാക്കന്മാരോടത്ത് പറഞ്ഞാൽ അവർക്കൊട്ട് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് പുരാണത്തിൽ നിന്റെ ഉള്ളിലിരിക്കുന്നതായ ആസുരികമായ ചിന്തകളെ ഒരു അസുര ചക്രവർത്തിയായി വർണ്ണിച്ചൊരു വലിയ യുദ്ധം സംജാതമാക്കി തന്നു. എന്തിന്? നമ്മുടെ ഉള്ളിലാണ് ഈ അസുരൻ ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി. അങ്ങനെയാണ് പുരാണങ്ങൾ ഉണ്ടായത്. ആ പുരാണത്തിന്റെ ഒരു ഏട് മാത്രമാണ് എന്തോന്ന് ഈ ഭദ്രകാളി ദാരികനെ നിഗ്രഹിക്കുന്നതൊക്കെ. ശരി, അപ്പൊ ഭദ്രകാളി എന്ന് പറഞ്ഞതെന്ന് അറിയാം, നമ്മൾ നേരത്തെ പഠിച്ചു, നന്മയുള്ളതാണ്. അപ്പൊ നന്മയുള്ള ഒരു സാത്വികമായ ഭാവം നമ്മുടെ ഉള്ളിൽ ഈശ്വരാംശം ഉണ്ടല്ലോ, ഉണ്ടോ? നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈശ്വരനുണ്ട്, ഉണ്ടോ? വേദാന്ത ശാസ്ത്രം അതിനൊക്കെ പേര് പറയുന്നറിയാമോ? ജീവാത്മാവെന്ന് പറയും. ഈ ജീവാത്മാവ് എവിടെന്നാ ഉണ്ടായത്? പരമാത്മാവിന്റെ അംശമാണ്. പരമാത്മാവിന്റെ അംശം മായയുമായിട്ട് കൂടി കലർന്നാണ് ജീവാത്മാവായിട്ട് ഇങ്ങോട്ടിരിക്കുന്നത്. ഈ മായ അവിടെ ഇരുന്ന് ഇങ്ങോട്ട് സ്വാധീനം ചെലുത്തുന്നതിനനുസരിച്ച് മായയുടെ ശക്തി അതിപ്രസരണം നടക്കുന്നതിന് അനുസരിച്ച് എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിൽ കള്ളവും ഉണ്ടാവും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കൊച്ചുകുട്ടികള്. ഒരു 3 മാസം വരെ കൊച്ചുകുട്ടികള് ആരെടുത്താലും പോകും, ഏതമ്മ മുല കൊടുത്താലും എന്ത് ചെയ്യും? കുടിക്കും. പരമാത്മാവിന്റെ അംശം അതിന്റെ ഉള്ളിലുണ്ട്. ജീവാത്മാവ് ഏതാണ്ട് മായയുമായിട്ട് കലർന്നാണ്. ഈ മായയുടെ പ്രസരണം, അതിപ്രസരണം ഈ കുട്ടിയിൽ കുറഞ്ഞു. അപ്പോഴും കുറവാണല്ലോ.
കുറവാണ്. വളർന്നു തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ ഇതിന് ഭൗതികമായ ജ്ഞാനം കൂടും. ഭൗതികമായ ജ്ഞാനം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ആത്മീയമായ ജ്ഞാനം മങ്ങാൻ തുടങ്ങും. ശരിയല്ലേ? ശരിയല്ലേ? അങ്ങനെയാണ്. അപ്പോ ഭൗതികമായ ജ്ഞാനം എന്ന് പറഞ്ഞാല് ഏതാണ്? ഇന്ദ്രിയദ്വാരായുള്ള അറിവ്. ഇന്ദ്രിയദ്വാരായുള്ള അറിവ് അത് ഭൗതിക ജ്ഞാനം, വിജ്ഞാനം. ആ ഇന്ദ്രിയദ്വാരയുള്ള അറിവ്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ വീട്, എന്റേതെന്ന് ഈ കുട്ടി അറിഞ്ഞു തുടങ്ങുമ്പോ 4-ാം മാസം മുതൽക്ക് കുട്ടിയെ വേറൊരാളെടുത്താൽ പോകത്തില്ല, വേറൊരു അമ്മ മുലമെടുത്താൽ പോകത്തില്ല. ഒരു 6 മാസം 7 മാസം കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ കളിപ്പാട്ടം വേറൊരു കുട്ടിയെ എടുത്താൽ എന്ത് ചെയ്യും? കുട്ടി പിണങ്ങും. ഒരു 9 മാസം 10 മാസമൊക്കെ ആകുമ്പോൾ ഈ കുട്ടിയുടെ അമ്മ വേറൊരു കുഞ്ഞിനെ എടുത്താൽ കുട്ടി കരയും. കാരണം എന്താ? എന്റേത്, അഹം 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 എന്ന മായയുടെ ലീല കൂടും. മനസ്സിലായത്? ഈ മായയുടെ ലീലയെ ഒന്ന് ഖണ്ഡിക്കുകയാണ് ഈശ്വര വിശ്വാസവും ഈശ്വര ഉപാസനയിലൂടെയും നടക്കുന്നത്. നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോകുന്നത് അതിനു വേണ്ടിയാണ്. നമ്മുടെ ഉള്ളിലുള്ള മായയുടെ അതിപ്രസരത്തെ ഇല്ലായ്മ ചെയ്യാനാണ്. അപ്പൊ അങ്ങനെ എന്താണ് അസുരൻ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ആസുരികമായ ഏതോ ഒരു ശക്തി, ഒരു പ്രവണത, എന്തും ചെയ്യിക്കാൻ നമുക്ക് ത്വരയുണർത്തുന്ന ഒരു ശക്തി. അതിനെ നമുക്ക് മായ എന്ന് വിളിക്കാം. മായ എന്നാൽ എന്തെന്ന് അറിയാൻ? യാ ന സ മായ, അല്ലേ? എന്താണ് മായ? യാ ന സ മായ. യാതൊന്നാണോ ഇല്ലാത്തത് അത് മായ. അത് നമുക്ക് അടുത്ത ക്ലാസ്, വേറൊരു ക്ലാസ് എടുക്കാം. അങ്ങോട്ട് പോയാൽ തീരുമോ സാറേ? ഒരിക്കലും തീരത്തില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കത്തില്ല. ഗുരുസാറ് വന്ന് ഭദ്രാളി അഷ്ടകം എടുത്തു, മായയിൽ പോയി, സാറും മായയിലാണ്ട് പോയി നിങ്ങൾ പറയും. വേണ്ട. അപ്പോ ഈ മായയുടെ അതിപ്രസരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാതെ വിധം ഭഗവാൻ 1-ാമത്തെ മന്ത്രത്തിൽ കാണിച്ച ആ സുസ്മേരവദനായി ഭഗവാനോടൊപ്പം സന്തോഷവതിയായിരിക്കുന്ന ഭദ്രകാളി എന്ന പാർവതി സ്വരൂപത്തെ ഉള്ളിലേക്ക് കയറ്റി വെക്കുമ്പോ ഉള്ളിലുള്ള ആസുരിക ചിന്ത കുറയും. അപ്പോ അങ്ങനെ വരുമ്പോ നാം നമ്മോട് തന്നെ ഒരു യുദ്ധം ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ ദാരികനെ നിഗ്രഹിക്കാൻ പോവുകയാണ് നമ്മൾ. എന്താണ് പുരാണത്തിൽ പറഞ്ഞ ദാരിക നിഗ്രഹം? നമ്മുടെ ഉള്ളിലുള്ള ആ ആസുരികമായ ചിന്തയാണ് ആ അസുരന്മാരും അസുരപ്പടകളും. നമ്മുടെ ഉള്ളിലുള്ള നേരത്തെ കണ്ടതായ ആ സാത്വിക പ്രധാനിയ സാത്വിക ഗുണത്തിനെ സത്വഗുണത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കടത്തി വെക്കാൻ നമ്മൾ ശ്രമിച്ച് കടന്നിരിക്കുമ്പോ അതിന്റെ വെളിച്ചം കൊണ്ട് ഈ ഇരുട്ട് മാറാൻ തുടങ്ങും. അസുര ചിന്തകൾ നമ്മിലേക്ക് മാറാൻ തുടങ്ങും. ഈ ഓരോ അസുര ചിന്തയും നമ്മിൽ നിന്ന് മാറുമ്പോ ഓരോ അസുരനും നിഗ്രഹിക്കപ്പെടുന്നതായി. ഇതാണ് പുരാണവും നമ്മുടെ ജീവിതവും തമ്മിലുള്ള ബന്ധം. നമ്മിൽ നിന്ന് ആ അസുരൻ എല്ലാം മാറും. അങ്ങനെ മാറുമ്പോ ശ്രദ്ധിച്ചോ, നാം ഒരു ദുർശീലമില്ലാതാക്കി മദ്യപിക്കുന്ന ഒരാളാണ്. കൂട്ടിക്കും അയാള് ഒരുപാട് ഉപദേശിച്ചു, മരുന്ന് ചെയ്ത് എന്തൊക്കെ ചെയ്തിട്ട് മദ്യപിക്കുക അല്ലെങ്കിൽ പുകവലിക്കുക എന്നുള്ള ഒരു ദുർശീലം മാറുന്നില്ല. വളരെ തരത്തിലും ഈ അസുരനെ നിഗ്രഹിച്ചു. മദ്യപാന ചിന്ത എന്ന അസുരനെ അയാൾ നിഗ്രഹിച്ചു. അപ്പൊ അയാൾക്ക് എന്തുണ്ടാകും? ഒരു സന്തോഷം. ശരിയല്ലേ? ഉണ്ടാകത്തില്ലേ? ഒരു സന്തോഷം ഉണ്ടാവും. വീട്ടിൽ ചെല്ലുമ്പോഴും അതിനേക്കാളും സന്തോഷം. അച്ഛനൊന്നും കുടിച്ചിട്ടില്ലല്ലോ, അമ്മേ അച്ഛൻ കുടിക്കാതെ വന്നു അമ്മേ. ഇതാണ് വീരപാനം. മനസ്സിലായോ? ആ സമയത്ത് ഭാര്യ ഒരു ചായയൊക്കെ ഇട്ട് അവര് വീട്ടിലുണ്ടാക്കി 1-2 പലഹാരം കൊണ്ടുവന്ന്, കൊള്ളാം ഇങ്ങനെ തന്നെ വേണം കേട്ടോ, ജോലി ചെയ്ത പൈസ വീട്ടിൽ കൊണ്ടുതരണം അല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മദ്യപിക്കാത്ത ഒരു ഭർത്താവിനെയാണ് ഞാൻ ഇച്ഛിക്കുന്നത്. ഇപ്പൊ ഞാൻ എൻ്റെ സങ്കല്പത്തിൽ കണ്ട, ഞാൻ ഇഷ്ടപ്പെട്ട, ഞാൻ ആഗ്രഹിച്ച ഒരു ഭർത്താവായി അങ്ങേക്ക് മാറാൻ കഴിയുന്നത് ആ വീട്ടിൽ അച്ഛനും മക്കളും അമ്മയും എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് സന്തോഷിക്കുന്നതായ അതാണ് വീരപാണം. ഭദ്രകാളി അഷ്ടകത്തിലെ വീരപാണം. ദാരികനെ നിഗ്രഹിച്ച് വീരപാണം ചെയ്തു എന്ന് പറഞ്ഞാൽ ഉദ്ദേശം വെറുതെ ഭദ്രകാളി ചെന്ന് ദാരികനെ നിഗ്രഹിച്ച് ചോര കുടിച്ചൊന്നും വിശ്വസിച്ച് പോകരുത്. അങ്ങനെ അല്ല. പിന്നെ എങ്ങനെയാണ്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആസുരികമായ ചിന്തകളെ നാം നശിപ്പിക്കുമ്പോൾ, തിന്മയെ വെന്ന് നന്മ പ്രകാശിക്കുമ്പോൾ, ആ പ്രകാശം മൂലാധാരത്തിലൂടെ, സ്വാധിഷ്ഠാനത്തിലൂടെ, മണിപൂരകത്തിലൂടെ, അനാഗതത്തിലൂടെ, വിശുദ്ധിയിലൂടെ ആജ്ഞയിലെത്തുമ്പോ നമ്മുടെ മുഖത്ത് അഭൗമമായ അവാച്യമായ ഒരു ശോഭ ഉണ്ടാകും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് വീരപാണം. മനസ്സിലായോ? അങ്ങനെ ധരിക്കണം നമ്മൾ. അങ്ങനെയാണ് പഠിക്കാൻ. അല്ല ഭദ്രകാളി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തള്ളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാതെ ഏത് എവിടെയെങ്കിലും ഉണ്ടല്ലോ, ഗുരു പറഞ്ഞിട്ടില്ലേ ഇത്തരം അനാചാരം നടക്കുന്നിടത്ത് പോകരുതെന്ന്.
കൽപ്പിച്ചിട്ടില്ലേ സാറേ? ഗുരു കൽപ്പിച്ചിട്ടുണ്ട് അല്ലേ? വെടിയുള്ളിടത്ത് പോകരുത്, ആനയെ കൊണ്ടുവന്ന് വെച്ച് എന്താണ് കൊഞ്ഞനം കുത്തുന്നിടത്തൊന്നും പോകരുത്. കാര്യം എന്താ ഗുരു പറഞ്ഞത്? എടോ ഇതൊക്കെ മനുഷ്യരാശി നശിപ്പിക്കും. സംശയമില്ലേ? സംശയം ഉണ്ടോ ആ കാര്യത്തില്? ഇല്ല. അതിൽ നമ്മൾ കാണുന്നത് ഈ ആധുനിക കാലഘട്ടത്തില് അല്ലേ, പ്രകൃതിയെ സ്നേഹിക്കാൻ പറഞ്ഞു അല്ലേ? അവസരം കിട്ടുമ്പോഴൊക്കെ മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. പഴവുമായി തണലുമായി. ഒതുങ്ങുന്നവന് മരത്തിന്റെ തണലെന്ന് മാത്രമല്ല, ഈ ലോകമാകുന്ന അമ്മയ്ക്കും തണലായി എന്നാണ് ഗുരു പറഞ്ഞത്. പോട്ടെ, അങ്ങോട്ടേക്ക് പോണ്ട. അപ്പൊ അതാണ് വീരബാണം. അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷം, നമ്മിലുള്ള ആസുരികമായ ചിന്താശക്തികളെ, ആസുര ഗുണങ്ങളെ വെല്ലുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു പ്രസരിപ്പ്, ഇതാണ് വീരബാണം. അപ്പൊ ഉണ്ടാകുന്ന ഒരു തൃപ്തി. മനസ്സിലായോ? യെസ്, നോക്കാം. ഹേലാദാരിത ദാരികാസുരശിര ശ്രീവീരബാണോന്മദ ശ്രേണി ശോണിത ശോണിമ അധരപുടീം. അവിടെ പിന്നെ എന്തിനാ അധരപുടം വന്നത്? ഇവിടെ വീരബാണം എന്നതുകൊണ്ട് ഒരു യുദ്ധത്തിൽ, ഒരു പന്തയത്തിൽ, ഒരു മത്സരത്തിൽ വിജയിക്കുമ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന രാജാക്കന്മാരൊക്കെ യുദ്ധമെല്ലാം കഴിഞ്ഞ് മത്സരം ആസ്വദിക്കുന്ന, ആഘോഷിക്കുന്ന എങ്ങനെയാണ്? നാലും കൂട്ടിയൊക്കെ മുറുക്കും അല്ലെ, മുറുക്ക് ചോപ്പിച്ചെന്ന് കേട്ടില്ല? എങ്ങനെ? അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഉണ്ടാകുന്ന അതിയായ സന്തോഷവും സംതൃപ്തിയും സമാധാനവുമാണ് ഈ അധരപുടങ്ങളിലെ ചുമപ്പ്. മനസ്സിലായോ? അങ്ങനെ കരുതി പോവുക. ബീഡീരസ ആസ്വാദിനി. ബീഡീരസം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ പറ്റില്ല, ചുണ്ണാമ്പ് എല്ലാം കൂടെ ചേർത്ത് മുറുക്കുമ്പം വരുന്ന ഒരു ആസ്വാദനം. ഇവിടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഏത് ആസ്വാദനമാണ്? നമ്മുടെ ഉള്ളിലുള്ള മോശമായ ചിന്താഗതികളെയൊക്കെ നശിപ്പിച്ച് കളയുമ്പോൾ, ഇല്ലാതായി പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. ശരിയല്ലേ? ഇപ്പൊ മുരുകൻ നന്നായി എന്ന് ബാക്കിയുള്ളവർ പറയുമ്പോൾ കേൾക്കാനൊരു സുഖം. ശരിയല്ലേ? അതാണ് വീഡീരസ ആസ്വാദനം. പാടീരാതി സുഗന്ധി ചൂചുകതടിം. പാടീരം തുടങ്ങി, പാടീരം ചന്ദനം, സുഗന്ധ ആയ കാര്യങ്ങള്, സൗഗന്ധികമായതെല്ലാം, ചന്ദന, സിന്ദൂര, അതുപോലുള്ള സുഗന്ധലേപനങ്ങളെല്ലാം ചൂചുകതടിം. ചൂചുകം എന്ന് പറഞ്ഞാല് മുലക്കണ്ണെന്നാണ്. ഈ അമ്മ, ഇവിടെ അമ്മ എന്ന് പറയുമ്പോ ആദിപരാശക്തി നമ്മൾ കണ്ടു. പ്രപഞ്ചത്തെ ഒന്നായിട്ട് കാണണം. അങ്ങോട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ അങ്ങോട്ടുള്ള മന്ത്രങ്ങളിലേക്ക് പോകുമ്പോൾ അറിയാം. പർവ്വതസ്തന മണ്ഡിതീം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ പർവ്വതങ്ങൾ പോലുള്ള സ്ഥലങ്ങളുള്ളവളെ അമ്മേ എന്ന് ഗുരു ഘോഷിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. പ്രപഞ്ചം ഒന്നാകെ അമ്മയാണെന്ന് ചിന്തിക്കുമ്പോൾ ആ അമ്മയുടെ ശിരസിന് എത്ര വലുപ്പമുണ്ട്, കണ്ണുകൾക്ക് എത്ര വലുപ്പമുണ്ട്, നാസികയ്ക്ക് എത്രത്തോളം വലുപ്പമുണ്ടായിരിക്കും, അങ്ങനെ ഓരോ അംഗഭംഗങ്ങളെയും ചിന്തിക്കുക. അപ്പോഴാണ് ഇതിലേക്ക് വരുന്നത്. ഇവിടെ പാടീരാതി സുഗന്ധി ചൂചുകതടിയും, ചന്ദനാദി സുഗന്ധലേപങ്ങൾ പൂശിയ മാർവിടങ്ങളോട് കൂടിയ അമ്മേ എന്ന് പറയുമ്പോ പ്രകൃതിയാകുന്ന അമ്മയുടെ, അമ്മ കനിഞ്ഞ് നമുക്ക് തരുന്ന ഒരു അധ്വാനവും കൂടാതെ നമ്മള് എന്താണ് ചുളിവില് അല്ലേ ഭുജിക്കുന്ന അമ്മ തരുന്ന സർവവും, പർവ്വതങ്ങളിൽ നിന്നാണെങ്കിൽ അങ്ങനെ, വൃക്ഷങ്ങളിൽ നിന്നാണെങ്കിൽ അങ്ങനെ, നദികളിൽ ആണെങ്കിൽ അങ്ങനെ, അതിലേതെല്ലാം തരത്തിലുള്ള ഔഷധ ഗുണങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ ഔഷധ മൂല്യത്തെ ധ്വനിപ്പിക്കുന്നു ഇവിടെ ചൂചുകതടീം എന്ന പ്രയോഗം. പാടീരാതി സുഗന്ധി ചൂചുകതടീം ഷാഡി കുടീരസ്ഥനീം. ഷാഡി എന്ന് പറഞ്ഞാല് തുണി, തുണി കൊണ്ടുള്ള കൂടീരം പോലുള്ള സ്ഥലങ്ങളോട് കൂടി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ കാണുക. യെസ്. ഘോഡി വൃന്ദ സമാനധാടിയും. ഘോഡി വൃന്ദം, ഘോഡി എന്ന് പറഞ്ഞാല് പെൺകുതിര, ഘോഡി വൃന്ദം പെൺകുതിര കൂട്ടം, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. കുതിരകളിൽ പെൺകുതിരയ്ക്കാണ് പവർ കൂടുതലാണ്, ശക്തി കൂടുതൽ എന്നാണ്. ശരിയല്ലേ? അല്ലേ? സാധാരണ അങ്ങനെയല്ലേ? അങ്ങനെയാണ്. പെണ്ണുങ്ങൾക്കാണ് ശക്തി കൂടുതലാണ് അല്ലേ? ഇങ്ങനെയല്ലേ? ഒന്നുമില്ലെങ്കിൽ നെഞ്ചത്ത് നാലിടി ഇടിച്ച് കരഞ്ഞെങ്കിലും അവരെ കാര്യം അവർ സാധിക്കും, വിജയിച്ചിരിക്കും അല്ലേ സാറേ?
നമ്മളെ തോൽപ്പിക്കാനുള്ള ഒറ്റ പരിപാടിയേ ഉള്ളൂ. കുറെ അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു, ഒരു രക്ഷയില്ല. ഒന്ന് പറഞ്ഞു മൂന്ന് പറഞ്ഞു, പിന്നെ മിണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നോക്കിക്കോ എന്നൊക്കെ പറയുമ്പോ പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങും. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ അങ്ങ് തോക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? കോടി വൃന്ദ സമാനധാടി യുദ്ധയും, ഏത് പെൺകുതിരക്കൂട്ടങ്ങളുടേത് പോലെ ഞാൻ ജയിച്ചു എന്നുള്ള മട്ടിൽ എന്നതുപോലെ ഇവിടെ ദേവിയുടെ ദാരികനെ നിഗ്രഹിക്കുന്നതിന് അമ്മ എടുത്ത എഫർട്ടിന്റെ, പറഞ്ഞില്ലേ, ഹേലാധാരം നിഷ്പ്രയാസം, ഒരു പൂവ് പറിച്ചെടുക്കുന്നത് പോലെ അമ്മ എടുത്ത അമ്മയുടെ ശക്തിയുടെ വിശേഷണത്തെ ഇവിടെ ധ്വനിപ്പിക്കുന്നതിന് എന്ത് പറഞ്ഞു? ഘോടി വൃന്ദം എന്ന വാക്ക് ഉപയോഗിച്ചു. ഘോടി വൃന്ദ സമാനധാടിയുധി, പെൺകുതിരക്കൂട്ടങ്ങൾക്ക് സമാനമായി ധാടിയുധിയും, ഫലമില്ലാതെ ശത്രുവിനെ നേരെ പാഞ്ഞെടുക്കുന്നതിനുള്ള യുദ്ധം, യുയുധീം, യുദ്ധം ചെയ്യുന്നതിനുള്ള ധാടി, ധൈര്യമുള്ളവളെ. ഇനി ഏതെങ്കിലും വാക്കിന്റെ അർത്ഥം അറിയാനുണ്ടോ? ഹേലം നിസാരമായിട്ട്, എന്താണ്, വിനോദത്തിന് എന്ന പോലെ. ദാരിത ദാരിക അസുരശിര ശ്രീ വീരബാണോന്മത, എന്റെ സാരം പറഞ്ഞു. ശ്രേണി ശോണിത ശോണിമ അധരപുടിയും, അത് എങ്ങനെയാണ് നമ്മുടെ അധരങ്ങള് ചുമന്നതെന്ന് പറഞ്ഞു. ഗുരുവിന്റെ കൃതികളെല്ലാം നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ സുഖം മനസ്സിലാക്കുന്നത്. ആ ഒരു ആശയത്തിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അല്ലാതെ പുരാണത്തിലെ കഥയും സന്ദർഭവും ഒക്കെ പറഞ്ഞ് അല്ലേ, ദാരികനെ നിഗ്രഹിക്കാൻ ദേവിത അവോയ്ഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാൻ വേണമെങ്കിൽ ഒന്നും വേണ്ട. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് നമ്മുടെ ഗുരു കൽപ്പിച്ചിരിക്കുന്നത് എന്താണാവോ അത് നമ്മുടെ ബുദ്ധിയിൽ തെളിയുന്നത്. അത് നമുക്ക് നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെക്കണം. നീ എന്റെ ജീവിതമാണ് സന്ദേശം അല്ലേ? അതാണ്. അപ്പൊ പാടീരാദി സുഗന്ധി ചൂച്ചുക തടിയും, ചന്ദനാദി സുഗന്ധങ്ങള് അണിഞ്ഞിരിക്കുന്നവളെ, മാർവിടത്തിൽ അണിഞ്ഞിരിക്കുന്നവളെ. ഷാഡി, ഷാഡി എന്നല്ല തുണി, കുടീരം, ഷാഡി കുടീരം, തുണി കൊണ്ടുള്ള കുടീരം പോലുള്ള വലിയ മുലത്തടങ്ങളോട് കൂടിയവളെ. അതിന്റെ അർത്ഥം എന്താണ്? ഈ പ്രപഞ്ചത്തിലുള്ള അമ്മയുടെ സൃഷ്ടികളായ സർവ്വതിനെയും ഊട്ടുന്നതിനാവശ്യമായ അമൃത് സംഭരിച്ചു വെച്ചിരിക്കുന്നതിന് ചെറുതെന്ന് പറഞ്ഞാൽ മതിയോ? പോരാ. അതാണ് ആശയം. മനസ്സിലായോ? ഘോടി വൃന്ദ സമാന ധാടിയുധീം ശ്രീഭദ്രകാളീം ഭജേം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ അതില്? വാക്കിന്റെ ഏതെങ്കിലും വാക്കിന്റെ അർത്ഥം അറിയാനുണ്ടോ? ആശയത്തിന് എന്തെങ്കിലും സംശയം ഉണ്ടോ? തീർത്തു പോണം. ഇവിടുന്ന് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ട് പോയി 2 മണിക്കൂർ കിട്ടിയപ്പോ എന്നൊന്നും പറഞ്ഞു കളയരുത്. മൂന്നാമത്തെ മന്ത്രത്തിലേക്ക് പോകാമല്ലോ. പോകാം. ബാലാർക്കായുധ കോടിഭാസുര കിരീട ആമുഗ്ധ മുക്താളക ശ്രേണീശ് നിന്ദിത വാസിക അമര സരോജ ആകാഞ്ജലോരുശ്രിയം വീണാവാദന കൗശലാശയശയ ശ്യാനന്ദ സന്ദായിനീം അംബാം അംബുജലോചനാം അനുദിനം ശ്രീഭദ്രകാളീം ഭജേ. ഒന്നാമത്തെ മന്ത്രത്തിന്റെ തുടർച്ചയായിട്ട് 3 കാണുക. ഒന്നാമത്തെ മന്ത്രത്തില് മഹാഗുരു അമ്മയുടെ ശിരസും മുടിക്കെട്ടും അതിൽ അണിഞ്ഞിരിക്കുന്നതും അല്ലെ ഒക്കെ ഇങ്ങനെ വർണ്ണിച്ചു. ഇനി ബാലാർക്ക ആയുധ കോടി ഭാസുര കിരീടം. ഒരു ആയുധം എന്ന വാക്കിന്റെ അർത്ഥമാണ് 10,000 അല്ലേ? ഗുരു അവാച്യമായ അവർണ്ണനീയമായ ആനന്ദ അതിരേകത്തെ ധ്വനിപ്പിക്കാൻ, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ, വിവേകത്തെ പറയാൻ, അറിവിനെ പറയാൻ അല്ലേ, ഗുരു പ്രയോഗിക്കുന്ന വാക്കാണ് ദശം, 1000 അല്ലേ, 10,000, കോടി എന്നൊക്കെ ഗുരു പറയാറുണ്ട്. ഇങ്ങനെയില്ലേ? 1 കോടി ദിവാകരൊത്തുയരും പടിവാരുടെ നീരനലാദികളും തുടങ്ങിയില്ലേ? 10,000 ആതിഥേയരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി എന്നതുപോലെ. ഇത് ഗുരുവിന്റെ ഒരു ശൈലിയാണ്. അതിലപ്പുറം പിന്നെ എങ്ങനെ പറയാനെന്നാണ്. അങ്ങനെയൊന്നും വർണ്ണിച്ചാൽ പോരാ. എന്നതുപോലെ ബാലാർക്കായുധ കോടി. അപ്പൊ ഒരു 10,000 കോടി ബാലസൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചാൽ എത്ര കണ്ട് ശോഭയുണ്ടാകുമോ അത്ര കണ്ട് പ്രശോഭിതമായിരിക്കുന്നു ഗുരു ദർശിച്ച ഭദ്രകാളി. നമ്മൾ കണ്ട ഭദ്രകാളിയാണോ? നമ്മൾ കണ്ട ഭദ്രകാളിയാണോ?
അല്ല. ഈ ഭദ്രകാളി ആരാധിക്കാമോ? ആരാധിക്കണം. അതാണ് ബാലാർക്കായുധ കോടിഭാസുര കിരീട ആമുഗ്ധമുഗ്ധാളക ശ്രേണീ നിന്ദിത വാസിക അമര സരോജ ആകാഞ്ചലോരുശ്രിയം. അങ്ങനെ ഒരു 10,000 കോടി ഭാസുരന്മാര് അല്ലേ? ഭാസുരൻ എന്ന് പറഞ്ഞ ആരാ? ഭാസുരൻ ആരാ? അർക്കൻ ആരാ? സൂര്യൻ. അങ്ങനെ ഒരു 10,000 കോടി സൂര്യന്മാര് ഉദിച്ചുയർന്നത് പോലുള്ള ശോഭയുണ്ട്. ഏതിന്? കിരീടത്തിന്. ആര് ചൂടിയിരിക്കുന്ന കിരീടത്തിന്? അമ്പ ചൂടിയിരിക്കുന്ന കിരീടത്തിന്. അങ്ങനെയുള്ള കിരീടത്തിന് എന്തുമാത്രം ശോഭയുണ്ടോ, ആ കിരീടത്തിന്റെ ഒരു 10,000 കോടി സൂര്യന്മാർ ഉദിച്ചുയർന്നാൽ എപ്രകാരം പ്രഭോജ്വലമാണോ അമ്മ ധരിച്ചിരിക്കുന്ന കിരീടം എങ്കിൽ ആ കിരീടത്തിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ, ലജ്ജിപ്പിക്കുന്ന തരത്തിലാണ് അമ്മേ ആമുഗ്ധമുഗ്ധാളക ശ്രേണി നിന്ദിത വാസിക അമര സരോജ ആകാഞ്ചലോ ഒരുശ്രീയം. എന്താണ്? മുഗ്ധ അളകങ്ങള്. ആ കിരീടത്തിനെ പോലും നാണിക്കാൻ, അല്ലെങ്കിൽ നാണിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ കിരീടത്തിന്റെ അഴകിന് പോലും മറയ്ക്കാൻ കഴിയുന്നില്ല അമ്മയുടെ അളകങ്ങള്. ചിന്തിച്ചു നോക്കിക്കുക ആ ഭംഗി. ചിന്തിക്കാൻ പറ്റുമോ? മിണ്ടായിരുന്നു സാറേ, ചിന്തിച്ച അന്തമില്ല. അങ്ങനെയാണോ? അങ്ങനെയാണോ? അല്ല. അങ്ങനെയാണോ? ഇങ്ങനെ നല്ലല്ല. മിണ്ടായിരിക്കും നിങ്ങള്. നമ്മളെല്ലാം ഒരു വീട്ടിലങ്ങളെ പോലെ പരസ്പരം കൂളായിട്ട് സംസാരിക്കും. മസിലൊന്നും പിടിച്ചിരിക്കണ്ട, ഞാൻ നിൽക്കുന്നില്ല, കൂളായിട്ട് സംസാരിക്കണം. അപ്പൊ എന്താണ്? അങ്ങനെ കോടി സൂര്യപ്രഭോജ്വലമായിരിക്കുന്ന 10,000 കോടി സൂര്യപ്രഭോജ്വലമായിരിക്കുന്ന തരത്തിലുള്ള ആ കിരീടത്തിന് പോലും, അതുകൊണ്ടുപോലും മറയുന്നില്ല അമ്മയുടെ ആ കുറുനിരകളുടെ ചന്തമെന്നാണ്. മനസ്സിലായോ? അത് ഏതുപോലെ ഇരിക്കുന്നു? അത് വാസിക അമര സരോജ ആകാഞ്ചലോരുശ്രിയം. ദേവലോകക്കുളത്തില് താമരയിൽ അതിൻ്റെ ദളങ്ങളുടെ വശങ്ങളില് കറുപ്പും ചുമപ്പും എല്ലാം കൂടെ കലർന്നൊരു ഭയങ്കരമായ നിറമുണ്ട് പോലും. കണ്ടിട്ടുള്ളവർക്കല്ലേ അറിയാവൂ. ഗുരു അത് കണ്ടതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഇത് കാണാൻ ഭാഗ്യമില്ലാത്ത നമ്മളെ പോലത്തെ പാപികൾക്ക് ഇതുപോലും മനസ്സിലാവുമോ? എന്താ പറഞ്ഞിരിക്കുന്നത്? ദേവലോകക്കുളത്തിൽ വിരിയുന്ന താമരയുടെ ദളങ്ങളുടെ വശങ്ങളില് അഭൗമമായ ഒരു കറുപ്പും ചുമപ്പും ഒക്കെ കൂടെ കലർന്നിരിക്കുന്ന ഒരു നിറമുണ്ട്. ആ നിറം ഉള്ളതാണ് അമ്മയുടെ അളകം. അത്രയും ഭംഗിയുള്ള കുറുനിരകളായതുകൊണ്ടാണ് കിരീടത്തിന്റെ, കോടി സൂര്യപ്രഭോജ്വലമായിരിക്കുന്ന കിരീടത്തിന്റെ ശോഭയ്ക്ക് പോലും നാണമാകുന്നത്. ആ ശോഭയെക്കാളും വെന്നുകൊണ്ട് അമ്മയുടെ കുറുനിരകളുടെ ശോഭ നിൽക്കുന്നത്. മനസ്സിലായോ? അത് വർണ്ണിച്ചിട്ട് എന്നെ കൊണ്ട് കഴിയില്ല, കാരണം ഞാനത് കണ്ടില്ല, അത് ഗുരുവെ കണ്ടുള്ളല്ല. മനസ്സിലായി? ശ്രേണീ നിന്ദിത വാസിക അമര സരോജ ആകാഞ്ചലോരുശ്രിയം. ഒരു വാസികം എന്ന വാക്കിന്റെ അർത്ഥം സുഗന്ധമുള്ളത്. ആസ്തികത്തിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ നാരായണപ്രസാദ് സ്വാമികൾ പറഞ്ഞിരിക്കുന്നത്. ആസ്തികം എന്ന് പറഞ്ഞാൽ കത്തി എന്നുള്ള അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മളിങ്ങനെ ദേവലോകക്കുളത്തിൽ നിന്നാൽ മതി പോരെ? അത് ബാലകൃഷ്ണ സാറിന്റെ വ്യാഖ്യാനമാണ്. ആകാഞ്ചലോരുശ്രിയം വീണാവാദന കൗശലാശയാനന്ദ സന്ധായിനി. വീണാവാദനത്തിൽ കൗശലമുള്ള ശയ 2 ശയം കിടക്കുന്നു. ഒന്നാമത്തെ ശയത്തിന്റെ അർത്ഥം കരം. വീണാവാദനത്തിൽ കുശലതയുള്ള കരത്തോടു കൂടിയ ആ കരത്തിന്റെ ഇരിപ്പിടം ശയം. രണ്ടാമത്തെ ശയം. ആ കരത്തിന്റെ ഇരിപ്പിടം ഏത്? അമ്മയുടെ മേനി. മനസ്സിലായോ? ശ്രീയാനന്ദ സന്ധായിനി. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അമ്മ. അത്ര തേജസ്വി ഉള്ളതാണ് അമ്മ. ആ അമ്മ എന്താ തരുന്നത്? ശ്രീയാനന്ദം. ഒരു വല്ലാത്ത വാക്കാണല്ലോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനത്തെ വാക്ക് എവിടെയെങ്കിലും? കേട്ടിട്ടുണ്ടോ? ശ്രീയാനന്ദം. ശ്രീ അധികം ആനന്ദം സമം ശ്രീയാനന്ദം. ശ്രീ അധികം ആനന്ദം, ശ്രീയാനന്ദം
എന്താ ശ്രീ? എന്താണ് ആനന്ദം? ശ്രീ എന്ന് പറഞ്ഞാല് ഭൗതികമായ സുഖം സൗകര്യങ്ങള്. ആനന്ദം എന്ന് പറഞ്ഞാല് അവിടെ ചെന്ന് ഭഗവാനോടൊപ്പം ലയിച്ച് ചേർന്ന് ശ്രീനാരായണ സ്വരൂപത്തിൽ ലയിച്ച് ആ അമൃതത്തിൽ അങ്ങനെ അതിൻ്റെ ഒരു കണികയായി മാറുന്നത് ആനന്ദം. ആത്മീയവും ഭൗതികവും ആത്മീയവുമായ സർവവും എന്നർത്ഥം. ശ്രീയാനന്ദ സംദായിനിയും, പൂർണ്ണമായിട്ടും ദാനം ചെയ്യാൻ കഴിയുന്നവളെ. മനസ്സിലായോ? ഇവര് പറഞ്ഞില്ലേ ശ്രേയച്ച പ്രേയച്ച പ്രേച്ച സ്വഹ എന്ന്. ആർക്ക് പറയാം? ഏത് കൃതി? ആവുര ഇഷ്ടമോ? ഹോമമന്ത്രം. അതാണ് ഹോമമന്ത്രത്തിൽ ഇവർ പറഞ്ഞില്ലേ ശ്രേയച്ചും വേണം പ്രേയസും വേണം. അതാണ് ശ്രീയാനന്ദം. ശ്രീയും വേണം ആനന്ദവും വേണം. ഈ രണ്ടും തരുന്നവളെ. മനസ്സിലായല്ലോ? ഗുരു കണ്ട ഭദ്രകാളിയുടെ പവർ കണ്ടോ? നമ്മൾ അങ്ങോട്ട് അതിന്റെ ഒരു കണികയെങ്കിലും അതിന്റെ ഒരു പരിസരത്തെവിടെയെങ്കിലും നടന്നു പോകാനുള്ള ഭാഗ്യം കിട്ടിയെങ്കിൽ മതിയായിരുന്നല്ലേ? അതാണ്. നോക്കൂ, വീണാവാദന കൗശലാശയ ശ്രീയാനന്ദ സന്ദായിനി. അതിന്റെ ഏതെങ്കിലും വാക്കിന്റെ അർത്ഥം അറിയാനുണ്ടോ? ഇല്ല. സന്ദായിനിയും, ദാനം ചെയ്യാൻ കഴിയുന്നവളെ അമ്മേ. അത് എങ്ങനെ തരുന്നു? പൂർണ്ണമായിട്ടും ദാനം ചെയ്യാൻ കഴിയുന്നവളെ. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞ അവസാനം ഫലശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെ. അംബാം, അല്ലയോ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ ആദി കാരണമായിരിക്കുന്ന അമ്മേ. അതാണ് അംബാം. അംബുജലോചനം, താമരദളങ്ങൾ പോലുള്ള കണ്ണുകളോട് കൂടിയവളെ. താമരയുടെ ദളത്തിന്റെ പ്രത്യേകത നീണ്ടി ഇടംപെട്ട കണ്ണ്. സ്ത്രീ സൗന്ദര്യത്തിന്റെ വശ്യതയുടെ ഒരു പര്യായമാണ് നീണ്ടിടംപെട്ട കണ്ണ്. എങ്കിലും ഇവിടെ ദേവിയുടെ കണ്ണുകൾക്ക് നീണ്ട് ഇടംപെട്ടതായ ആ ആകൃതി ഉണ്ട് എന്ന ധ്വനി കൊണ്ട്, എന്ന വർണ്ണന കൊണ്ട് ഗുരു ആശയമാക്കുന്നത് അമ്മ സൃഷ്ടിക്കുന്നത് പോലെ സർവ്വതിനെയും പരിപാലിക്കുകയും ചെയ്യുന്നു. ഒരു പെറ്റമ്മയ്ക്ക് തൻ്റെ കുഞ്ഞ്, അമ്മ എത്രയൊക്കെ തിരക്കുള്ള ജോലി ചെയ്തുകൊണ്ടിരുന്നാലും ഇവിടെ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞ് കരയുന്നോ എന്ന് അമ്മ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഒരു പ്രാവശ്യം കരഞ്ഞാൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ അറിഞ്ഞില്ലെങ്കിലും അടുക്കളയിൽ മിക്സി പ്രവർത്തിക്കുന്നതിനുള്ള അമ്മ അത് കേൾക്കും. എന്താണ് അവർണ്യമായ ശ്രദ്ധയെ, പരിപാലനത്തെ സൂചിപ്പിക്കാനാണ് ഏതാണ് ആ നീണ്ട കണ്ണുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അംബാം അംബുജലോചനാം അനുദിനം, എല്ലാ ദിവസവും ശ്രീ ഭദ്രകാളീം ഭജേം. 3 മന്ത്രം കഴിഞ്ഞു. ബാലാർക്കായുധ കോടിഭാസുര കിരീട ആമുക്തമുക്താളക ശ്രേണീ നിന്ദിതവാസികാമര സരോജ ആകാഞ്ജലോരുശ്രിയം വീണാവാദന കൗശലാശയ ശ്യാനന്ദ സന്ദായിനീം അംബാം അംബുജലോചനാം അനുദിനം ശ്രീഭദ്രകാളീം ഭജേ. 3ാമത്തെ മന്ത്രത്തിൽ ഭദ്രകാളി എന്നതിൽ ഗുരു കണ്ട ഭദ്രകാളി ആരാണ്? എന്ത് രൂപമുണ്ട്? സരസ്വതിയുടെ രൂപമുണ്ട്, ശാരദയുടെ രൂപമുണ്ട് അല്ലേ? വീണാവാദന കൗശലാശയ ശ്യാനന്ദ സന്ദായിനീം അംബാം അംബുജലോചനാം അനുദിനം ശ്രീഭദ്രകാളീം ഭജേ. 4ാമത്തെ മന്ത്രത്തിലേക്ക് പോകാമോ? ഒരു വെറുതെ പുറത്തുകൂടെ ഉള്ള ഒരു പുറംപൂശി മാത്രമേ ഞാൻ നടത്തുന്നുള്ളൂ. അങ്ങോട്ട് കയറി പോകണമെങ്കിൽ എന്താണ് മറ്റേ അവിടെ നമ്മുടെ മംഗലത്തോണത്തൊക്കെ അടുത്തുള്ള 7-8 ക്ലാസ് കൊണ്ട് ഭദ്രാളി അഷ്ടകം അല്ലേ? എല്ലാ ആളുകളും ഭംഗിയായിട്ടും കൊണ്ട് പഠിച്ച് അതാണ് നല്ല താല്പര്യമുള്ള ആളുകളാണ് കുറേ ആൾക്കാർ. അല്ലേ സാറേ? 60 പ്രാവശ്യമായിട്ട് ക്ലാസ്സിലൊക്കെ മതി. ശരി. 4ാമത്തെ മന്ത്രം മാതംഗ ശ്രുതിഭൂഷിണി മധുധരീ വാണി സുധാമോഷിണി
ഭ്രൂവിക്ഷേപ കടാക്ഷ വീക്ഷണ വിസർഗ ക്ഷേമ സംഹാരിണി മാതംഗീം മഹിഷാസുര പ്രമഥിനീം മാധുര്യധുര്യാകര ശ്രീകാരോത്തര പാണി പങ്കജപുടീം ശ്രീഭദ്രകാളീം ഭജേ മാതംഗ ശ്രുതിഭൂഷിണീം. ഗുരുവിന്റെ എല്ലാ കൃതികളുടെയും പ്രത്യേകതയാണ് പൗരാണികമായ സർവ സംവിധാനങ്ങളെയും സന്ദർഭങ്ങളെയും കൂട്ടിച്ചേർക്കുക എന്നത്. ഇവിടെ ഗുരു ദർശിച്ച ഭദ്രകാളിയുടെ ശ്രുതി എന്ന വാക്കിന്റെ അർത്ഥം ചെവി, ഭൂഷണം, ചെവിയിലാണ് അണിഞ്ഞിരിക്കുന്ന ഭൂഷണം തോന്നുന്നു കമ്മല്. അപ്പൊ ഗുരു ദർശിച്ച ഭദ്രകാളിയുടെ കർണഭൂഷണം എന്താണ്? മാതംഗന്റെ ജ്ഞാനം. ഋഷ്യമൂകാചലത്തിലൊരു ഋഷിയായിരുന്നു മാതംഗ മഹർഷി. ഇദ്ദേഹം ചണ്ടാലനായിരുന്നു. ഒരൊറ്റ ആഗ്രഹം, എനിക്ക് ബ്രാഹ്മണത്വം നേടണം. അപ്പോ ഇതിനെന്താ പോകാൻ വഴി? ബ്രാഹ്മണത്വം നേടാനായിട്ട് പോയി ചോദിച്ചാൽ കൊടുക്കുവാന്ന് അഭ്യൻ ശുഭ്യൻ എന്ന് പറഞ്ഞങ്ങോട്ട് പുറത്തേക്കല്ലേ അല്ലേ? വേണമെങ്കിൽ എന്തിനാ നമ്മളൊക്കെ 32.25 അടി മാറിയും നിൽക്കണം. വല്ലതും നടക്കുവോ? നടക്കത്തില്ല. പുള്ളി ഒരൊറ്റ പ്രയോഗം ചെയ്തു. തപസ്സുകാരെയും സമ്മതമൊന്നും വേണ്ടല്ലോ, കാട്ടുമൃഗങ്ങളെ പിടിച്ച് ഭക്ഷിക്കട്ടെ. ഈ കാട്ടാളന്മാരാരും കാണല്ല. എവിടെ? നാട്ടിലെ കാട്ടാളന്മാര് അഭ്യൻ ഒന്നും കാണത്തില്ല. പോയി തപസ് ചെയ്തു. ആര്? മാതംഗൻ. തപസ് ചെയ്ത് അവസാനം അദ്ദേഹം കുഴഞ്ഞു വീഴാറായി. അപ്പോഴേക്ക് ബ്രഹ്മാവ് വന്ന് പ്രത്യക്ഷപ്പെട്ടു, താങ്ങിയെടുത്തു. കുട്ടി, നിന്റെ ആഗ്രഹം ഗംഗേമമാണ്, പക്ഷെ അത് വേണ്ട. എന്താ കാരണം? ഈ ബ്രാഹ്മണ്യത്തിന് മോക്ഷമില്ല. കേട്ടിട്ടുണ്ട് നിങ്ങളത്? ബ്രാഹ്മണ്യത്തിന് മോക്ഷമില്ല. ഞാനല്ല പറഞ്ഞത്, ബ്രഹ്മാവാ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ വീടുകളില് പിന്നെ ചെറിയ തെക്കതും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പഴയ കാലത്ത്. ഇപ്പൊ അതിന് എണ്ണം കൂടി വരികയാണ്. ഈ വീടുകളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രങ്ങൾക്കൊക്കെ മോടി പിടിപ്പിക്കാൻ വേണ്ടി പുതുതായിട്ട് ഒരു പരലുരുട്ടും കാര്യങ്ങളൊക്കെ നടത്തുമല്ലോ അല്ലേ? ആരെ വിളിക്കും? ഏറ്റവും വലിയ പൂണുരുട്ടനെ വിളിക്കും. ശരിയല്ലേ? നമുക്കുണ്ട് നല്ല താന്ത്രിക പ്രമുഖന്മാര്, നല്ല ജ്യോതിശാസ്ത്ര വിശാരദന്മാര്. അവരെ ആരും വിളിക്കില്ല. എവിടെ പോവും? മറ്റേ പ്രമുഖനെ വിളിക്കും. വന്ന് ഉരുട്ടും. ഉരുട്ടിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? വലിച്ചെല്ലാം അങ്ങോട്ട് എണ്ണി വെച്ചേച്ച് പറയും, ഇവിടെ 4 ബ്രഹ്മരക്ഷസുകളുണ്ട്. പാവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ബ്രഹ്മരക്ഷസ് എന്താണെന്ന്. നമുക്കറിയത്തില്ലപ്പാ. എന്താ ബ്രഹ്മരക്ഷസ്? ചത്തുപോയ ബ്രാഹ്മണന്റെ ആത്മാവ്. മനസ്സിലായോ? 4 ബ്രഹ്മരക്ഷസിന് നമ്മുടെ കുടുംബക്ഷേത്രത്തില് നമ്മുടെ ചെലവില് അവന്റെ കുലത്തിലെ 4 ബ്രാഹ്മണ പ്രേതങ്ങളെ കൊണ്ട് നമുക്ക് തരും. എന്തിന്? നമ്മളെ കൊണ്ട് ഊട്ടിക്കും. പ്രതിഷ്ഠിച്ച നമ്മളെ ചെലവ്, ഇവനെയൊക്കെ ചാപ്പാടടുപ്പിക്കുന്ന നമ്മുടെ ചെലവ്. ഇങ്ങനെ പറയുന്നതിന് വേറെ ഒന്നും വിചാരിക്കരുത്, എന്റെ അമർഷമാണ് ഞാൻ പറയുന്നത്. പോകരുത്, ഇങ്ങനെ ചെയ്യുകയും വേണ്ട. മനസ്സിലായോ? അതുകൊണ്ട് ഈ ബ്രാഹ്മണത്വത്തിന് എന്തില്ല? മോക്ഷമില്ല എന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അവിടെ നിർത്തി. നമ്മുടെ ബ്രഹ്മാവ് പറഞ്ഞു, പിന്നെന്താ നിനക്ക് വേണ്ടത്? നിനക്കിഷ്ടമുള്ള രൂപത്തിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തിലും പ്രപഞ്ചത്തിന്റെ എവിടെയും ഏത് രൂപത്തിലും ചെന്ന് അറിവ് സമ്പാദിക്കാം. അറിവിലുപരി ഒരു ബ്രാഹ്മണ്യവുമില്ല. ഇതാര് പറഞ്ഞു? പിൽക്കാലത്ത് ആര് പറഞ്ഞു? ഗുരു പറഞ്ഞു. ശ്രീനാരായണ മഹാഗുരു പറഞ്ഞു, അറിവ് അറിവ് അറിവ്. അതുകൊണ്ട് ഗുരു ദൈവം എന്നതിന് പര്യായം കൊടുത്തു, അറിവ് അല്ലേ? അതാണ്. അപ്പോ നമ്മുടെ ഋഷ്യമൂകാചലത്തിൽ തപസ് ചെയ്ത മാതാ മഹർഷി പറഞ്ഞു, എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ, അറിവ് മതി. അങ്ങനെ പ്രപഞ്ചത്തിന്റെ സർവ സൃഷ്ടിസ്ഥിതിലയ സാരവും ആരറിഞ്ഞു? ഈ മാതംഗ മഹർഷി അറിഞ്ഞു. ആ അറിവിനെയാണ് ഇവിടെ, മാതംഗ മഹർഷിയുടെ അറിവിനെയാണ് അമ്മ കർണങ്ങളിൽ ആഭരണമായിട്ട് അണിഞ്ഞിരിക്കുന്നത് എന്ന് ഗുരു കൽപ്പിച്ചിരിക്കുന്നു.
മാതംഗ ശ്രുതിഭൂഷിണി. അപ്പോ ഗുരു ദർശിച്ച ഭദ്രകാളിയെ നാം ഭജിക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും? അറിവ് കിട്ടും. ഏതറിവ് കിട്ടും? പദാർത്ഥ ജ്ഞാനമല്ല, ഇന്ദ്രിയ ജ്ഞാനമല്ല, ഇന്ദ്രിയാതീതമായ ജ്ഞാനം ലഭിക്കും. മനസ്സിലായോ? ചുമ്മാതാണ് ഗുരു അവസാനം ഫലശ്രുതിയിൽ ഇങ്ങനെ പറഞ്ഞത്. എല്ലാം കിട്ടുമെന്ന്. അതാണ്. മനസ്സിലായോ? അത് ബോറടിക്കുന്നില്ലല്ലോ. എങ്കിൽ പറയണം. ഞാൻ ഇപ്പോൾ ഓൾ സ്റ്റാൻഡ് റൈറ്റ് ആൻഡ് ഫ്രണ്ട് ലെഫ്റ്റ് ആൻഡ് സ്റ്റാർട്ട് ഹാൻഡ്സ് അപ്പ് എന്നൊക്കെ പറയും. പണ്ട് ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപകനായിരുന്നു. മാതംഗ ശ്രുതിഭൂഷിണി. അപ്പൊ മാതംഗ മഹർഷിയുടെ ആ ജ്ഞാനത്തെ കർണഭൂഷണമായി അണിഞ്ഞിരിക്കുന്നവളെ കണ്ട. ഒരു ചെറിയ വാക്കിൽ പുരാണത്തിന്റെ വലിയ ഏടിനെ ഗുരു കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു, ഓർത്ത് വെച്ചിരിക്കുന്നു. യെസ്. മധുധരീ വാണി സുധാമോഷിണി. അമ്മയുടെ ആ ശബ്ദം എങ്ങനെയുള്ളതാണ്? മധുധരീ വാണിയാണ്. മധുരമായ സ്വരമാണ് അമ്മയെ ഉപാസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അത് എന്തിനെ ആമോഷമാക്കി കളയുന്നു? സുധാ ആമോഷിണി. ആമോഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിഷ്പ്രഭമാക്കി കളയുക. എന്തിനെ ആമോഷമാക്കുന്നു? സുധയെ. സുധ എന്ന് പറഞ്ഞാൽ എന്താണ്? അമൃത്. അപ്പൊ അമൃതിനെ പോലും ഒരിക്കലും മരിക്കാതിരിക്കാൻ വേണ്ടി ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴിയൊക്കെ കടഞ്ഞെടുത്ത് ദേവന്മാരെ അടിച്ചു മാറ്റി കൊണ്ടുപോയി ഭുജിച്ച് ഇപ്പോഴും കൗമാരന്മാരായിട്ടിരിക്കുന്നില്ലേ ആ അമൃത്? ആ അമൃതിനെ പോലും ഇല്ലാതെ അതിന്റെ പോലും ശക്തിയെ ക്ഷയിപ്പിക്കുവാൻ ഉതകുന്നതാണ് ഭദ്രകാളിയുടെ നാവിൽ നിന്ന് വരുന്നതായ ധ്വനി. മനസ്സിലായോ? അപ്പൊ അമ്മയെ പ്രാർത്ഥിക്കുമ്പോ അമ്മയുടെ ചെവിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? അറിവ് കിട്ടും. അമ്മയുടെ നാവിൽ നിന്ന് മകനെ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അമൃതത്വം കിട്ടും. അല്ലേ? ഇതില്ലേ ഗുരു പറഞ്ഞത് ശ്രേയസ്സും പ്രേയസ്സും കിട്ടും. യെസ്. മനസ്സിലായോ? അത് മാതംഗ ശ്രുതിഭൂഷിണി മധുധരീ വാണി സുധാ ആമോഷിണി ഭ്രൂവിക്ഷേപ കടാക്ഷ വീക്ഷണ വിസർഗ ക്ഷേമ സംഹാരിണി. ഭ്രൂ വിക്ഷേപം. ഭ്രൂ എന്ന് പറഞ്ഞാല് പുരികക്കൊടികൾ. ഈ പുരികക്കൊടികളുടെ ഒരു ചലനമുണ്ടല്ലോ, അത് കടാക്ഷമുണ്ടല്ലോ, ഒളി കണ്ടിട്ടുള്ളൊരു നോട്ടം, വീക്ഷണമുണ്ടല്ലോ, നേരായ നോട്ടം. ഇത് മൂന്നും എന്തൊക്കെയാണ്? ക്ഷേമം, സംഹാരണം. വിസർഗം, ക്ഷേമം, സംഹാരം. പുരികക്കൊടി. അപ്പൊ അമ്മയുടെ പുരികക്കൊടികളുടെ ചലനമാണ് എന്തോന്ന്? സൃഷ്ടി. അമ്മ ഒളി കണ്ടിട്ടൊന്ന് നോക്കുന്നതാണ് പരിപാലനം. അമ്മ ഒന്ന് നേരെ നോക്കുന്നതാണ് യഥോചിതം യഥാസമയം സംഹാരം. മനസ്സിലായി? ഭ്രൂ വിക്ഷേപ കടാക്ഷ വീക്ഷണം. അത് മൂന്നും എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? വിസർഗം, ക്ഷേമം, സംഹാരം. പുരികക്കൊടികളുടെ ചലനം. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ബ്രഹ്മത്തിനുള്ളിൽ കൊണ്ട് ശക്തി ചലിക്കുന്നു എന്ന്. അങ്ങനെയാണ് സൃഷ്ടി ഉണ്ടാകുന്നതെന്ന്. അത് തന്നെയാണ്. മനസ്സിലായോ? അത് ദേവിയുടെ എന്താണ് സുന്ദരമായ കഴിവിനെ, അമ്മയ്ക്ക് തരാൻ കഴിയുന്ന അമൃതത്വത്തിന് എന്താണ് ഓതുന്നതാണ് ആ വരികൾ. ഭ്രൂവിക്ഷേപ കടാക്ഷ വീക്ഷണ വിസർഗം. എന്തൊക്കെ? ക്ഷേമം, സംഹാരം. വിസർഗം, ക്ഷേമം, സംഹാരിണി എന്ന് പറഞ്ഞാൽ അർത്ഥം ആദിപരാശക്തിയായ എല്ലാറ്റിനും മൂലമായിരിക്കുന്ന സർവശക്തിക്കും ഉടയായിരിക്കുന്ന അല്ലയോ അമ്മേ, നീ ഒന്ന് തന്നെ. ഗുരുവിന്റെ ദർശനം ഏത്? ഗുരുവിന്റെ ദർശനം ഏത്? അദ്വൈത ദർശനം തന്നെ. സംശയം വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. കുളത്തുകാരൊന്നും മിണ്ടുന്നില്ല. ഗുരുവിന് ഒറ്റ ദർശനമേ ഉള്ളൂ. ലോകത്തിന്റെ ചരിത്രത്തിൽ അദ്വൈതം ദർശിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത ഒരേ ഒരു മഹാഋഷിയേ ഉള്ളൂ. ആര്? ശങ്കരാചാര്യരോ? ആരാ? ആണോ? അല്ല, ഗുരു ശ്രീനാരായണ ഗുരു പറഞ്ഞത് അപ്പടി പാലിക്കാൻ, അങ്ങനെ വർത്തിച്ച് കാട്ടാൻ കഴിഞ്ഞ ഒരേ ഒരു യോഗിയേ ഉള്ളൂ, ഒരേ ഒരു മഹാഋഷിയേ ഉള്ളൂ. അല്ലേ? അത് ശ്രീനാരായണ ഗുരുവാ. ശങ്കരാചാര്യ മഹാഗുരുവാണ് അദ്വൈതത്തിന്റെ കാവലാളെന്നൊക്കെ പറയുന്നുണ്ട്. പറയാം.
അല്ലേ? പറയാവുന്നല്ലേ ഉള്ളൂ, പറയാനേ പറ്റൂ. ശങ്കരാചാര്യൻ അദ്വൈതം ദർശിച്ചു, സമ്മതിച്ചു. പക്ഷേ സർവജ്ഞ പീഠ കയറാനായിട്ട് പോകുന്ന സമയത്തിലും ഓഹൈ ഓഹൈ മാറിക്കോ മാറിക്കോ നോം എഴുന്നള്ളുന്നു. അവിടെ ഞാനെന്നും നീ എന്നും, സാറിങ്ങോട്ടൊന്നും പറഞ്ഞതേ ഉള്ളൂ, രണ്ടില്ലല്ലോ. അവിടെ ഞാനെന്നും നീ എന്നുള്ള ഭാവം, അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടില്ലാത്തത്, ഞാൻ നീ എന്ന ഭാവം ഇല്ലാത്തത്. ഇവിടെ ശങ്കരാചാര്യർ അദ്വൈതം ദർശിച്ച ശങ്കരാചാര്യ ഗുരു സർവജ്ഞ പീഠമേറാൻ പോകുമ്പോഴും നീയും ഞാനും എന്ന ഭാവം കൊണ്ടാ പോയത്. ശരിയല്ലേ? അതുകൊണ്ടല്ലേ പറഞ്ഞത് അഭ്യൻ ശുഭൻ മാറി നിൽക്കുന്ന അല്ലേ? അങ്ങനെയല്ലേ ചോദിച്ചത്. അങ്ങ് ആരോടാണ് ഈ മാറാൻ പറയുന്നത്? ഈ ശരീരത്തോടാണോ ആത്മാവിനോടാണോ? ശരീരത്തോടാണെങ്കിൽ ആത്മാവ് ഇല്ലെങ്കിൽ ശരീരം നിൽക്കുവോ? ആചാര്യര് പറ. ഇനി ആത്മാവിനോടാണെങ്കിൽ ശരീരമെങ്കിൽ ആത്മാവ് നിൽക്കുവോ? അപ്പോഴാണ് ശങ്കരാചാര്യർ കത്തിയത്. ആ ഒരു പുനർവിചിന്തനം ആർക്ക് വേണ്ടി വന്നില്ല? ശ്രീനാരായണ മഹാഗുരുവിന് രണ്ടാമതാരും വന്ന് ധരിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ട്, ഓർമ്മിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നില്ല. അവിടെയാണ് ശങ്കര ദർശനത്തിന്റെയും ശ്രീനാരായണ ദർശനത്തിന്റെയും ശ്രീശങ്കരാചാര്യരുടെ അദ്വൈത ദർശനത്തിന്റെയും ശ്രീനാരായണ മഹാഗുരുവിന്റെ അദ്വൈത ദർശനത്തിന്റെയും കാതലായ വ്യത്യാസം അവിടെയാണ്. അതാണ് ഗുരു ഭദ്രകാളി അഷ്ടകത്തിൽ ധർമ്മഗുരുവിന്റെ എല്ലാ കൃതിയിലും അത് കാണാം നമുക്ക്. അതുകൊണ്ടാണ് ഗുരു ഭദ്രകാളിയെ ഭഗവതിയായിട്ടും പാർവതിയായിട്ടും സരസ്വതിയായിട്ടും ദുർഗയായിട്ടും ഒക്കെ കണ്ടത്. മനസ്സിലായല്ലോ? നമുക്കൊറ്റ കണ്ണിലേ കാണാൻ പറ്റൂ. ഏത്? നാക്കൊക്കെ നീട്ടി ഇങ്ങനെ നിൽക്കുന്ന ഒറ്റ രൂപം, അതല്ലേ? എന്റെ രൂപം ചെറുതായതുകൊണ്ട് അത്രയും വലുതായിട്ട് കാണിക്കാൻ ഒക്കത്തില്ലല്ലോ. അപ്പൊ എന്താ പറഞ്ഞത്? മാതംഗ ശ്രുതിഭൂഷിണിയും മധുധരീവാണി സുധ ആമോഷിണിയും ഭ്രൂവിക്ഷേപ കടാക്ഷ വീക്ഷണ വിസർഗക്ഷേമ സംഹാരിണിയും മാതംഗി. മാതംഗി ആരാ? മാതംഗി ഒരു ഗിരിവർഗ കന്യകയാണ് മാതംഗി, കേട്ടോ? മാതംഗി മാതംഗ മഹർഷിയുടെ മകളാണെന്നും ഒരു പക്ഷമുണ്ട്, പത്നിയാണെന്നും പക്ഷമുണ്ട്. അതൊക്കെ വിശദീകരിക്കാൻ നിന്നാൽ ഞാൻ പുരാണത്തിലോട്ട് ഇവിടെ കൂടി ഉരുണ്ടു പോകേണ്ടതായിട്ട് വരും. അതിനുള്ള സമയമൊന്നുമില്ല. മാതംഗിയും ഇവിടെ ദേവി ദുർഗ, മഹിഷാസുര പ്രമഥിനിയും. മഹിഷാസുരനെ കൊന്നതാരാ? നമ്മുടെ പുരാണ അറിവ് വെച്ചിട്ട് ദുർഗയല്ലേ? അല്ലേ? അല്ലേ സാറേ? മഹിഷാസുരനെ കൊന്നതാരാ? ദുർഗയാണ്. ദുർഗയല്ലേ? ദുർഗാവതാരം എടുത്തല്ലേ മഹിഷാസുരനെ നശിപ്പിക്കുന്നത്, കൊല്ലുന്നത്? കേട്ടിട്ടില്ലേ നിങ്ങള്? ഉണ്ട്. അപ്പോൾ ശ്രീനാരായണ മഹാഗുരു ഇവിടെ ഭദ്രകാളി എന്തായി കണ്ടു? ദുർഗയായി കണ്ടു. മൂന്നിലാരെ കണ്ടു? സരസ്വതിയെ കണ്ടു. രണ്ടാമത്തിൽ ആരെ കണ്ടു? ദാരികൻ അനുഗ്രഹിച്ച ഭദ്രകാളിയെ കണ്ടു. ഒന്നിലാരെ കണ്ടു? പാർവതിയെ കണ്ടു. കണ്ടോ? നമ്മൾ വല്ലതും കണ്ടോ? പിന്നെ കണ്ടു. മാതംഗീം മഹിഷാസുര പ്രമഥിനീം. അല്ലയോ മഹിഷാസുരനെ മതിച്ച അമ്മേ ദേവി ദുർഗേ, മാധുര്യ ദുര്യാകര ശ്രീകാരോത്തര പാണി പങ്കജ പുടീം. മാധുര്യ ദുര്യാകര ശ്രീകാരോത്തര പാണി പങ്കജ പുടീം. മാധുര്യം ധുരിക്കുന്നതായ സർവവിധമായ ഈ മാധുര്യം എന്ന വാക്കിന്റെ മാധുര്യമാണ് അല്ലേ? വാക്കിന് മാധുര്യം ഉണ്ടോ? ഉണ്ടോ? വാക്കിന് മാധുര്യം ഉണ്ടോ? ഇല്ലേ? ഉണ്ട്, 100 വട്ടം ഉണ്ട്. വാക്കിനല്ലേ മധുരം ഉള്ളത്, അല്ലേ? അതാണ് നമ്മൾ ഇങ്ങോട്ടൊന്ന് ദേഷ്യപ്പെട്ടാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് 3 ദേഷ്യം കിട്ടും. ഇരിക്കുന്നത് ഞാൻ നിറച്ച് പറഞ്ഞാൽ നമ്മൾ ഓം 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 എന്ന് പറഞ്ഞ് അതിനെന്ത് ചെയ്യണം? മുന്നൊന്ന് ചെയ്യാനായിട്ട് പോകണം. ബാക്കിലോട്ട് നോക്കണ്ട, എന്നെ അവിടെ കുറെ പിടി ചെല്ലുമ്പോ. അപ്പൊ എന്താണ്? മാധുര്യ ദുര്യാകര ശ്രീകാരോത്തര പാണി പങ്കജ പുടീം. അങ്ങനെ മാധുര്യം ധനിപ്പിക്കുന്നതായ ശ്രീ ഐശ്വര്യകരമായ പാണികളോടുള്ള, എങ്ങനെ? പങ്കജം പോലുള്ള പാണികളോട് കൂടിയ അല്ലയോ അമ്മേ ശ്രീകാരോത്തര പാണി പങ്കജ പുടീം ശ്രീഭദ്രകാളീം ഭജേം. ഏതെങ്കിലും വാക്കിന്റെ അർത്ഥം പറയാനുണ്ടോ? ഞാനിപ്പോൾ നിർത്തും. എത്ര മണിക്ക് നിർത്തണം സാറേ? എത്ര മണി സാർ അത് വൈൻഡപ്പ് ചെയ്യുന്നത്?
ആൾക്കാരെല്ലാം ഇങ്ങനെ ഒന്നൊന്നായിട്ട് ബാക്കിൽ നിന്ന് പോയി തുടങ്ങി അവസാനിക്കുന്നതിന് അർത്ഥമാണ്. അങ്ങനെയാണോ? ഇല്ല. ശരി. അപ്പൊ എന്താണ്? മാധുര്യ ധുര്യാകര ശ്രീകാരോത്തര പാണി പങ്കജ കുടിം. മാധുര്യത്തിന്റെ മധുരത്തിന് ആകാരമായിട്ടുള്ളവളും. അപ്പോഴമ്മയെ ഉപാസിക്കുമ്പോൾ എന്തൊക്കെ ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്തൊക്കെ ലഭിക്കുന്നുണ്ട്? അറിവ് ലഭിക്കുന്നുണ്ട്, മധുരമായ വാണി ലഭിക്കുന്നുണ്ട്. മാധുര്യത്തിന് ധുര്യം, അതാണ് മധുരം കൊടുക്കുന്നതായ ആകൃതി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. നല്ല ശബ്ദ സൗകുമാര്യ കിട്ടുമെന്നാണ്. എന്നെ പോലെ സ്ത്രീകളുടെ സൗണ്ട് ആയിട്ടിരിക്കണമെന്നൊന്നല്ല, നല്ല ഘനമുള്ള ശബ്ദം കിട്ടുമെന്നാണ്. നമുക്ക് അത്രയ്ക്കുള്ള കടാക്ഷേ ഉള്ളൂ, അല്ലേ? ഇങ്ങനെ എന്താണ്, യാതൊരു തടസ്സവും കൂടെ ഇങ്ങനെ വാക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. ആരെ ഭജിച്ചാൽ? ഭദ്രകാളിയെ ഭജിച്ചാൽ. മാധുര്യ ധുര്യാകര ശ്രീകാരോത്തര പാണി പങ്കജ പുടിം. അങ്ങനെയുള്ള ശ്രീയെ ഉണ്ടാക്കുന്നതും ഉത്തമവുമായിട്ടുള്ള പാണികളാകുന്ന പങ്കജങ്ങളോട് കൂടിയവളെ. മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? അത് മാധുര്യത്തിന്റെ, അതായത് മധുരത്തിന് കാരണമായിട്ടുള്ള ഏതൊരു ശക്തി വിശേഷമാണോ ഉള്ളത് അതിന് ആകൃതിയായിട്ടുള്ളവളും മാധുര്യ ധുര്യാകര ശ്രീകാരോത്തര, ശ്രീയെ ഉണ്ടാക്കുന്നതും ഐശ്വര്യത്തെ തരുന്നതുമായ ഉത്തമവുമായ പാണികളാകുന്ന പങ്കജ പുടങ്ങളോട് കൂടിയവളെ. ഭദ്രാളേഷ്ടകം ഉണ്ടോ കയ്യില്? ഉണ്ടെങ്കിൽ മനസ്സിലാവും. അങ്ങനെയാണ്. കാരണം വാക്കിന്റെ അർത്ഥം ശരിക്കും അങ്ങോട്ട് ഉൾക്കൊള്ളണമെങ്കിൽ അങ്ങനെ പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ? മനസ്സിലായി? ഇനി അത് എടുക്കണോ? വേണോ? ശ്രീഭദ്രകാളിയും ഭജയും. 4ാമത്തെ മന്ത്രം മനസ്സിലായി? 5ലേക്ക് പോകാം. ആരും ഒന്നും പറയാനില്ല. അപ്പം നീ ഒരു കാര്യം ചെയ്യും, വരിക. സൂപ്പർ ഫാസ്റ്റിന്റെ വേഗതയിൽ പോകും. ഞാൻ KSRTCയിലാണ് ജോലി ചെയ്യുന്നത്. ഓർഡിനറിയുടെ വേഗത്തിലും പോവും, ഫാസ്റ്റിന്റെ വേഗത്തിലും പോവും, സൂപ്പറിന്റെ വേഗത്തിലും പോവും. പിന്നെ നമ്മളെ ബൈപ്പാസ് കൂടെ മിന്നലില്ലേ, അതിന്റെ വേഗത്തിലും പോവാം. അപ്പൊ ഞാൻ ഏത് വേഗത്തിൽ പോകണം? സൂപ്പർ ഫാസ്റ്റിന്റെ വേഗം. 5ാമത്തിൽ പോവാം. മാതം ഗാനന ബാഹുലേയ ജനനീ മാതം ഗസംഗാവിനീം ചേതോഹാരിതനുച്ഛവീം ശബരികാ ചക്ഷുഷ്മതീം അംബികാം ജൃംഭത് പ്രൗഢ നിശുംഭ ശുംഭമധിനീം അംഭോജഭൂപൂജിതാം സമ്പത്സന്തതിദായിനീം ഹൃദി സദാ ശ്രീഭദ്രകാളീം ഭജേ. മാതംഗ ആനന ബാഹുലേയ ജനനി. മാതംഗന്റെ, മദഗജത്തിന്റെ മുഖത്തോടു കൂടിയവന്റെയും ബഹുലകളാൽ പരിപോഷിപ്പിച്ചവന്റെയും അമ്മയായിട്ടുള്ളവളെ. നേരത്തെ പറഞ്ഞു. ആരാണ്? ഗണപതിയുടെയും സുബ്രഹ്മണ്യന്റെയും ഗണപതിയുടെയും സുബ്രഹ്മണ്യന്റെയും മുരുകന്റെയും കണ്ട. എന്നാലും ടീച്ചർ ഇരുന്ന് എൻ്റെ അമ്മയ്ക്ക് പറയാണ്, അല്ലേ? അമ്മയായിട്ടുള്ളവളെ, അല്ലേ? മനസ്സിലായില്ലേ? എന്താണ്? മാതംഗാനന ബാഹുലേയ ജനനീം. മാതംഗ ആനനൻ. ആരാണ് മാതംഗാനനൻ? ഗണപതി. എങ്ങനെ കിട്ടിയെന്നറിയാമല്ലോ, അല്ലേ? വിനായകാഷ്ടകം പഠിച്ചാൽ അറിയാം. പോട്ടെ. ബാഹുലേയൻ. ബാഹുലേയ എങ്ങനെയാണെന്നറിയാമല്ലോ. ബഹുലകളുടെ കയ്യിൽ എങ്ങനെയാ മുരുകൻ എത്തിയെന്നറിയാമല്ലോ, സുബ്രഹ്മണ്യൻ, അല്ലേ? അതിന്റെ ചരിത്രം പഠിക്കുമ്പോഴാണ് യേശുക്രിസ്തുവും സുബ്രഹ്മണ്യനും ഒരേ അവതാരങ്ങളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമുക്ക് ഏതെങ്കിലും ഒരു സുബ്രഹ്മണ്യ സ്തുതി ഇവിടെ പഠിപ്പിക്കാൻ ഭഗവാൻ അനുഗ്രഹം തട്ടെ, അപ്പോൾ പറയാം. പോട്ടെ, അല്ലെങ്കിൽ ഇവിടെ പോവില്ല. നമ്മുടെ ശിശുകല സാറൊന്ന് കണ്ണുരുട്ടും. എന്താണ്? മാതംഗാനന ബാഹുലേയ ജനനീം. ഗണപതിയുടെയും സുബ്രഹ്മണ്യന്റെയും അമ്മയായിട്ടുള്ളവളെ. മാതംഗ സംഗാമിനീം. അതാണ്. എന്താണ് മാതംഗ സംഗാമിനി എന്ന് പറഞ്ഞത്? മാതംഗം കണ്ടോ, ഒരേ വാക്കുകൾ കൊണ്ട്. ഗുരുവിന്റെ കൃതികളെല്ലാം അങ്ങനെയാണ്. ഒരു വാക്കുകൊണ്ട്. നേരത്തെ കൊണ്ടില്ലേ ശയശയൊക്കെ വന്നില്ലേ? ഏത് ടീച്ചറെ? അക്ഷരക്കൂട്ടം ഒന്നായിട്ട് അർത്ഥം ഭേദിച്ചിടുമ്പടി ആവർത്തിച്ച് കഥിച്ചീടിൽ
ആരും പറയുന്നില്ലേ? യമകം പല മാതിരി അല്ലേ? അതാണ് ഒരു വാക്കുകൊണ്ട് ഒന്നിലധികം അർത്ഥങ്ങളെ ധ്വനിപ്പിക്കുന്നതാണ് യമകം. പോട്ടെ, ഞാൻ അങ്ങോട്ട് മലയാളം സാറാവും. അപ്പൊ ഇവിടെ മാതംഗാനന ബാഹുലേയ ജനനീം മാതംഗ സംഗാമിനി. ഇവിടെ മാതംഗം, രണ്ടാമത്തെ മാതംഗം എന്ന് പറഞ്ഞാൽ മതയാന, മതയാനയെ പോലെ ഗമിക്കുന്നവളെ മാതംഗ സംഗാമിനി. ശങ്കരാചാര്യരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗജരാജ വിരാജിത മന്ദഗതി. കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എന്ന് പറഞ്ഞാൽ സ്ത്രീ സൗന്ദര്യത്തിന്റെ മറ്റൊരു ലക്ഷണമാണ് മതയാനയെ പോലെ അനങ്ങി അനങ്ങി നടക്കുന്നത് അല്ലേ? പതിയെ പതിയെ ഇങ്ങനെ നടക്കുന്നത് സ്ത്രീ സൗന്ദര്യത്തിന്. അത് ശങ്കരാചാര്യരുടെ കൃതികളൊക്കെ അല്ലെങ്കിൽ ഗുരുവിന്റെ കൃതികളിൽ അങ്ങനെ സ്പഷ്ടമായിട്ട് കാണാൻ കഴിയില്ല. ഇതുപോലുള്ള ഒളിയമ്പ് പ്രയോഗങ്ങൾ നമുക്ക് മനസ്സിലാകാൻ കണക്കിന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റു പറയാനാണ് ഇത് പറഞ്ഞത്. മാതംഗ സംഗാമിനിയും ചേതോഹാരി തനുച്ഛവിയും, മനോഹരമായ തനു, ശരീരത്തോട് കൂടിയവളെ. ചേതോഹരമായ, ചേതോഹരം മനോഹരം, മനോഹരമായ തനു, തനുവോട് കൂടിയവളെ. എന്താണ്? ശരീരത്തോട് കൂടിയവളെ. ശബരിക ചക്ഷുഷ്മതിയും അംബിക. ശബരിക എന്ന് പറഞ്ഞാൽ പരൽ മീന്, മീന് കരിമീന്. കരിമീനുകളെ പോലെ നല്ല തുടിക്കുന്ന, നല്ല കറുപ്പുള്ള, നല്ല മെഴുകുള്ള, നല്ല മെഴുമെഴുപ്പുള്ള, അഴകുള്ള കണ്ണുകളോട് കൂടിയവളെ. അതും സ്ത്രീ സൗന്ദര്യത്തിന്റെ മറ്റൊരു ലക്ഷണമാണ് അല്ലേ? അപ്പൊ ഗുരു നോക്കടേ, നിസ്സാര കാര്യമാണോ ഗുരു വർണ്ണിക്കുന്നത്? എന്തൊക്കെയാണ്? ആദ്യം പറഞ്ഞത് സ്ത്രീ സൗന്ദര്യത്തിന് ഏറ്റവും കൂടുതൽ നല്ല നീളമുള്ള മുടി ഐശ്വര്യമല്ലേ? ഐശ്വര്യം. അതിലിത്തിരി നല്ല മാലയൊക്കെ ഇട്ടിരുന്നാലോ, നമ്മളുടെ മുല്ലമാലയൊക്കെ അണിഞ്ഞാലോ ഇത്തിരി കൂടെ ചന്തമാണ്. എന്താണ്? അളകങ്ങൾക്കോ? അളകങ്ങളൊന്നും നല്ല ചന്തമാണ് അല്ലേ? അങ്ങനെ താഴേക്ക് നോക്കുമ്പോ സ്ത്രീ സൗന്ദര്യത്തിന്റെ അഴക് മൊത്തം ഗുരുവിടെ വർണ്ണിക്കുന്നു. എന്താ പറഞ്ഞത്? ചേതോഹാരി തനുച്ഛവീം ശബരിക ചക്ഷുഷ്മതിയും അംബിക. അവിടെ മാതംഗ സംഗാമിനി, മാതംഗ മതയാനെ പോലെ അനങ്ങി അല്ലേ? നല്ല ചന്തം തികഞ്ഞ രീതിയിൽ ഗമിക്കുന്നവളെ, നടക്കുന്നവളെ. ചേതോഹാരി തനുച്ഛവി, മനോഹരമായ ശരീരത്തോട് കൂടിയവളെ. പിന്നെ പരൽ മീനുകളുടേതുപോലെ കരിമീൻ കണ്ണുകളുള്ള കവികളുടെ വർണ്ണനെ കേട്ടിട്ടില്ലേ? അതാണ് കണ്ണുകളോട് കൂടിയവളെ. ഇനി എന്താ ഇത്രയും പറഞ്ഞിട്ട് പറയുന്നത്? ജൃംഭത് പ്രൗഢ നിസുംഭ സുംഭമതിനി. ജൃംഭതായ അഹങ്കാരികളായ നിസുംഭനെയും സുംഭനെയും മതിച്ചവളെ. ആരാണ് നിസുംഭനെയും സുംഭനെയും മതിച്ചത്? ദുർഗ, ദേവിയുടെ ദുർഗാഭാവമാണത് എന്ന് പറഞ്ഞു. ഇനി സമ്പത്ത് സന്തതി ദായിനി, നമുക്ക് ആവശ്യമുള്ളതും കൂടെ പറഞ്ഞു. എന്താണ്? നമുക്കതല്ലേ ആവശ്യം. ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം, വേണം അല്ലേ? അതിൽ കുറഞ്ഞ് നമുക്കൊന്നും വേണ്ടല്ല, ശരിയല്ലേ? അതും തരുന്നവളെ, സമ്പത്തും സന്തതിയും ദാനമായി നൽകുന്നവളെ. ആരാണ് സമ്പത്ത് നൽകുന്നത്? നിങ്ങൾ ആര് പറയും? അമ്മമാരാണല്ലോ കൂടുതലിരിക്കുന്നത്. സമ്പത്ത് നേരുന്ന ദേവി ആര്? പറഞ്ഞോ? ലക്ഷ്മി. കണ്ടോ? ഇവിടെ ഗുരു ഭദ്രകാളിയെ എങ്ങനെ കണ്ടു? സമ്പത്ത് തരുന്നവളും സന്തതി തരുന്നവളും കണ്ടു. അഷ്ടലക്ഷ്മികളെയും തന്നു. മനസ്സിലായോ? ഗുരുവിന്റെ ഭദ്രകാളി പോണ പോക്കേ പിടി കിട്ടുന്നുണ്ടോ? അതാണ് സർവവിധ ദേവീഭാവങ്ങളും ഗുരു ഭദ്രകാളിയിൽ ദർശിക്കുമെന്ന് അറിയണം. അങ്ങനെ നമുക്കും കഴിയണം. പോട്ടെ. അപ്പൊ സമ്പത്ത് സന്തതി ദായിനിയും, സമ്പത്തും സന്തതിയും തരുന്നവളെ അല്ലയോ അമ്മേ. ഹൃദി സദാ, എല്ലായ്പ്പോഴും ഞാൻ എൻ്റെ മനസ്സില് ഭദ്രകാളിയെ ഭജിക്കുന്നു. മനസ്സിലായോ? ഈ അർത്ഥം അറിഞ്ഞിട്ട് ചൊല്ലുക വീട്ടില്. മാതം ഗാനന ബാഹുലേയ ജനനീ മാതംഗ സംഗാമിനീം ചേതോഹാരി തനുച്ഛവീം ശബരികാ ചക്ഷുഷ്മദീമംബികാം ജൃംഭത് പ്രൗഢ നിസുംഭ സുംഭമധിനീം അംഭോജ ഭൂപൂജിതാം സമ്പത് സന്തതിദായിനീം ഹൃദി സദാ
ശ്രീഭദ്രകാളീം ഭജേ. ആറാമത്തെ മന്ത്രം വെറും ഭൗതികമായ അർത്ഥം മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ആനന്ദൈകതരംഗിണി അമലഹൃന്നാളീകഹംസീമണീം പീനോ ഉത്തുംഗഘനസ്തനാം ഘനലസത്പാടീരപങ്കോജ്വലം ശൗമാവീത നിദംബബിംബരസനാ സ്യൂതക്കൊണക്കിങ്കിണീം ഏണാംഗാംബുജഭാസുരാസ്യമയനാം ശ്രീഭദ്രകാളീം ഭജേ. ഈ മന്ത്രം നേരത്തെ നമ്മൾ പറഞ്ഞ വിശേഷണങ്ങളൊക്കെയാണ് അധികം വരുന്നത്. ആനന്ദ ഏകതരംഗിണി, സുന്ദരമായൊരു വർണ്ണനയാണ്. ആനന്ദ ഏക തരംഗിണി, അതാണ് ആനന്ദൈക തരംഗിണി. നേരത്തെ പറഞ്ഞില്ലേ അമ്മ മാധുര്യമുള്ള സമുദ്രമാണെന്ന്, കടല് പോലെയാണെന്ന്. ഇവിടത്തെ സമുദ്രം എന്താണുള്ളത്? ആനന്ദമാകുന്ന ഏക തരംഗമുള്ളത്. ആനന്ദ ഏകം, ആനന്ദമാകുന്ന തിരമാലകളാൽ തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമുദ്രമായവളെ. ഇവിടെ പറയുന്ന ആനന്ദം ഭദ്രകാളിയുടെ ഉപാസനയിലൂടെ, സാത്വികമായ ദേവീഭാവത്തിന്റെ ഉപാസനയിലൂടെ ഒരു ഉപാസകൻ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആണ്. മാറ്റത്തിന്റെ ഔന്നത്യത്തിലേക്ക് ആറാമത്തെ മന്ത്രമായി എത്തിക്കുകയാണ്. അവിടെ എത്തുമ്പോ ഉള്ളിലുള്ള സർവവിധമായ അസുരന്മാരെയും നിഗ്രഹിക്കപ്പെട്ട് എവിടെ എത്തി? ആനന്ദ അനുഭൂതിയിൽ ഭക്തൻ എത്തിച്ചേരുന്നു. അങ്ങനെയുള്ള ആനന്ദ തിരത്തള്ളൽ എന്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ടാകുന്ന അവസ്ഥ, ആ അവസ്ഥയെ പ്രദാനം ചെയ്യാൻ പര്യാപ്തമായ ഉപാസനാമൂർത്തിയാണ് അല്ലയോ അമ്മേ ഭദ്രകാളി. അവിടുന്ന് ആനന്ദൈക തരംഗിണി അമലഹൃന്നാളീക ഹംസീമണി. അമലമായ, അമലം എന്താ വാക്കിന്റെ അർത്ഥം? മലം, അഴുക്ക്. അമലം അഴുക്കില്ലാത്തത് അല്ലേ? നമ്മൾ ഗുരുവിനെ പൂജിക്കും പറയുന്നില്ല ഓം നിർമ്മലായ നമഃ, കേട്ടിട്ടില്ലേ നിങ്ങള്? അതാണ് നിഗമാന്തജ്ഞായ നമഃ, അതാണ്. അപ്പൊ അമലമായ ഹൃദയനാളീക എന്താണ്? ഹംസീകം, ഹംസമായിരിക്കുന്നല്ലേ. അമലം, ഹംസത്തിന്റെ പ്രത്യേകത എന്താണ്? ഹംസം നമ്മൾ കേട്ടില്ല. അരയന്നത്തിന്റെ പ്രത്യേകത നമ്മൾ കേട്ടിട്ടുള്ളത്, ഒരു ഗ്ലാസ്സിൽ പാലും വെള്ളവും കൂടെ ഒഴിച്ചു വെച്ചു കൊടുത്താൽ അരയൻ എന്ത് ചെയ്യും? പാല് മാത്രം വലിച്ചെടുക്കുമെന്നും ഞാൻ കണ്ടിട്ടില്ല, പഠിച്ചിട്ടേ ഉള്ളൂ, വായിച്ചിട്ടേ ഉള്ളൂ. എടുക്കുമെന്നും വെള്ളം ശേഷിക്കുമെന്നും അല്ലേ? നമ്മളെ വീട്ടിൽ അരയന്നത്തെ വളർത്തിയ കൊള്ളായിരുന്നല്ലേ? നമ്മുടെ പാൽക്കാരനെ പാല് കൊണ്ടുവരുമ്പോ ഉച്ചയ്ക്ക് പിറ്റേ ദിവസം പാലടിക്കാൻ കൊടുത്താൽ അതുങ്ങളുടെ പാലിന്റെ വെള്ളം എന്തായിരിക്കണേ? പാല് എന്റെ ഹംസം ഇങ്ങെടുത്ത് കേട്ടോ എന്ന് പറയാമല്ലോ, ശരിയല്ലേ? കൊള്ളാല്ലേ? അപ്പൊ എന്താണ്? ആനന്ദൈക തരംഗിണി അമല ഹൃന്നാളീക ഹംസീമണി. അമലമാകുന്ന അഴുക്കില്ലാത്ത ഹൃദയനാളീകത്തിന്റെ നാളീകം ഹംസമായിരിക്കുന്ന, ഹംസം പോലെ നന്മയെയും തിന്മയെയും വേർതിരിച്ച് അമലമായിരിക്കുന്ന നന്മയെ മാത്രം ഹൃദയത്തിൽ സ്വാംശീകരിക്കുവാനുള്ള വരപ്രസാദം നൽകുവാൻ കഴിവുള്ളവളായ ഭദ്രകാളി ദേവി പൊരിഞ്ചിത. മനസ്സിലായോ? അതാണ്. അപ്പോ അമലഹൃന്നാളീക ഹംസീമണി പീനോ ഉത്തുംഗ ഘനസ്തനാം ഘനലസത്പാടീര പങ്കോജ്വലം. പീനം തടിച്ചത്, ഉത്തുംഗമായത്, വിശാലമായത്, വലിപ്പമുള്ളതുമായ, ഘനം ഭാരമുള്ളതുമായ സ്തനങ്ങളോട് കൂടിയവളെ. ഇവിടെയും നമ്മൾ മൂന്നാമത്തെ മന്ത്രത്തിൽ കണ്ടതുപോലെ തടിച്ച വലിപ്പമുള്ള സ്തനങ്ങൾ എന്നാൽ അമ്മയുടെ സൃഷ്ടിക്ക് സർവ്വത്തിനും
പരിപാലിക്കാൻ വേണ്ടുന്ന അമൃതത്വം മുഴുവനും ഉൾക്കൊള്ളുന്നത് എന്ന ധാരണ എന്ന അർത്ഥം ഗ്രഹിച്ചോണം. ഓക്കെ, അങ്ങനെയുള്ള സ്തനങ്ങളോട് കൂടിയവളെ. അതിലെന്താ ചെയ്തിരിക്കുന്നത്? ഘനലസത് പാടീര പങ്കോജ്വലം, ചന്ദനാദി സുഗന്ധങ്ങളെ ലേപനം ചെയ്തിരിക്കുന്നവളെ. എങ്ങനെ? പങ്കം പോലെ. പങ്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെളി. അപ്പൊ ചെളി വാരി പൊതിഞ്ഞ് നമ്മൾ കൊലയൊക്കെ കുറെ ഇടാൻ വേണ്ടി ചെളി പൊതിയല്ലോ എന്നതുപോലെ സ്തനങ്ങളില് എന്തോന്ന്? ഘനത്തില് സുഗന്ധദ്രവ്യങ്ങൾ പൂശിയിരിക്കുന്നുള്ള എന്ന് പറഞ്ഞാൽ എന്തർത്ഥം ഗ്രഹിക്കും നമ്മള്? അമ്മ തരുന്ന സ്തന്യത്തിന്റെ അമൃതത്വം അത്രയേറെ ശ്രേഷ്ഠമാണ്, സർവരോഗങ്ങൾക്കും നല്ലതാണ്, സർവരോഗ സംഹാരിണിയാണ്, അമൃതമാണ് എന്നതിന്റെ ധ്വനി അവിടെ വരുന്നു. മനസ്സിലായോ? പീനോ ഉത്തുംഗ ഘനസ്തനാം ഘനലസത് പാടീര പങ്കോജ്വലാം ഷൗമാവീത നിദംബബിംബരസനാസ്യുതക്കൊണക്കിങ്കിണിം. ഷൗമാവീതം. ഷൗമാവീതം എന്ന് പറഞ്ഞ പട്ടുവസ്ത്രം. പട്ടുവസ്ത്രത്താൽ നിദംബങ്ങളില്, പട്ടുവസ്ത്രം ചുറ്റിയിരിക്കുന്ന നിദംബത്തിൽ അണിഞ്ഞിരിക്കുന്നതായ അരക്കെട്ടിൽ കിണികിണി കിണികിണി കിങ്ങിണികൾ തൂക്കിയിരിക്കുന്നവളെ. മനസ്സിലായോ? അമ്മ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം പട്ടുവസ്ത്രമാണ്. ആ പട്ടുവസ്ത്രത്തിൽ അണിഞ്ഞിരിക്കുന്ന അമ്മയുടെ അരക്കെട്ടിൽ എന്ത് അണിഞ്ഞിരിക്കുന്നു? നല്ല അരഞ്ഞാണം കെട്ടിയിട്ടുണ്ട്, ചാർത്തിയിട്ടുണ്ട്. അതിൽ ധാരാളം കിങ്ങിണികൾ തൂക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് മനസ്സിലായി? അത് വർണ്ണിക്കണമെങ്കിൽ ഒരു അരമണിക്കൂർ വേണം. നമ്മൾ ബ്രഹ്മനാദത്തിലേക്ക് പോകണം. ക്ഷേത്രത്തിൽ മണിനാഥം മുഴക്കുന്നത് എന്തിനൊക്കെ ചോദിച്ചു പോകണം. അവിടെ വരുന്ന കിങ്ങിണി സ്വനം ബ്രഹ്മത്തിന്റെ ശബ്ദമാണ്. ഈ ബ്രഹ്മപ്രതീകമാണ് ക്ഷേത്രത്തിൽ എന്ത് ചെയ്യുന്നത്? പൂജാ സമയത്ത് മണി മുഴക്കുന്നത്. അത്രയും സമയം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച മീനിന്റെ കഥ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? മണി മുഴങ്ങുമ്പോൾ ഓടിപ്പോവും. അങ്ങനെയൊന്നുമല്ല ആരാധന. പോട്ടെ. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞ? എന്താണ്? ബ്രഹ്മത്തിൻ്റെതായ സ്വനം പുറപ്പെടുവിക്കുന്ന കിങ്ങിണികൾ അരയിൽ ധരിച്ചിരിക്കുന്നവളെ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? സർവ സൃഷ്ടിക്കും സർവസ്ഥിതിക്കും സർവലയത്തിനും കാരണമായ ബ്രഹ്മ പ്രതീകമായവളെ, ബ്രഹ്മം തന്നെയായിട്ടുള്ളവളെ എന്ന് സാരം. അണ്ടർസ്റ്റാൻഡ്? യെസ്. ഷൗമാവീത നിദംബ ബിംബ രസന ശ്രീതക്കൊണക്കിങ്കിണി ഏണാങ്ക അംബുജ ഭാസുരാസനയനം. നല്ല കലമാനിന്റെ ഏണം എന്ന് പറഞ്ഞാൽ ആരാണ്? ഏണാങ്കം ചന്ദ്രൻ, മാൻപേട. അപ്പൊ മാൻപേടയിതേല് പോലെ ഏണാങ്കം എന്ന് പറഞ്ഞ വാക്ക്, ഏണം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്നാണ്. ഏണാങ്ക അംബുജൻ എന്ന് പറഞ്ഞാല് ചന്ദ്രക്കല പോലെ, ചന്ദ്രക്കല പോലുള്ള താമര കണ്ണുകളോട് കൂടിയവളെ, അല്ലെ കലമാനിന്റെ കണ്ണുകളോട് കൂടിയവളെ എന്നർത്ഥവും കൽപ്പിക്കുന്നുണ്ട്. അർത്ഥം പറയാമേ. ഏണം ചന്ദ്ര എന്താണ്? മാൻപേട എന്നുള്ള അർത്ഥമുണ്ട്, കലമാൻ എന്നുള്ള അർത്ഥമുണ്ട്. ഏണാങ്ക അംബുജ ഭാസുരാസ്യ നയനം. നല്ല കലമാൻ കണ്ണോട് കൂടിയ മനോഹരമായ അംബുജം പോലിരിക്കുന്ന താമര പോലുള്ള ആസ്യം കണ്ണുകളോട് മുഖത്തോട് കൂടിയവളെ, താമരയുടെ മുഖം പോലെ ഉള്ളവളെ. ഏതിന്റെ കണ്ണു പോലെ? കലമാൻ കണ്ണു പോലെ, താമര മുഖം പോലെ പരിശോഭിതമായിരിക്കുന്ന അല്ലയോ അമ്മേ ശ്രീഭദ്രകാളിയും ഭജേം. ഉറക്കവും വരുന്നു അല്ലേ? ഉറങ്ങണോ? നിങ്ങളല്ല, അതോ ഇത് കേട്ട് ലയിച്ചിരിക്കുന്നതാണ്? ഇല്ലല്ലോ. ശരി, ഏഴാമത്തെ മന്ത്രത്തിലേക്ക് പോയി. ഇപ്പൊ തീർക്കണമല്ലോ, തീർക്കാം. ഇനി 2 മന്ത്രം കൂടെ ഉള്ളൂ, അതുകൂടെ തീർത്തിട്ട് പോവാം അല്ലേ? കളാംബോധകളായ കോമളതനു ഛായാശിരി ഭൂതിമത് സംഖ്യാനാന്തരിതസ്തനാന്തരലസൻ മാലാകിലൻ മൗക്തികം നാഭീകോപ സരോജനാളി വിലസത് ഛാദോദരി ഈശാപതി. ഞാനവിടെ നിർത്തിയതിന്റെ കാരണം അതാണ്. ഭദ്രകാളി അഷ്ടകം ചൊല്ലുന്ന എല്ലാവരും പറയുന്നത് ഛാദോദരി ശാപതി. വിപരീത അർത്ഥമാണ്. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം പറഞ്ഞു തരുമ്പോൾ പറയാം. എന്തെന്നറിയാമോ? ഛാദോദരി ശാപതീം എന്ന് പറഞ്ഞാൽ ശാപം തരുന്നവളെ എന്നാണ്.
ഇത്രയും നേരം ദേവിയെ സ്തുതിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോ? ശാപമാണോ ദേവി തരുന്നത്? ഇല്ല. പിന്നെ എന്താ പറയുന്നത്? ഛാദോ ഉദരി ഈശാപതി, ഈശന്റെ പത്നിയായിട്ടുള്ളവളെ എന്ന് തന്നെ പറയണം. മനസ്സിലായോ? ഭദ്രകാളി ചൊല്ലുമ്പോ നാഭീകൂപ സരോജ നാളി വിലസ ഛാദോദരി ഈശാപതി എന്ന് തന്നെ പറയണം. അത് ഞാൻ ഇവിടെ പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ പാവം കിട്ടും എനിക്ക്. നോക്കൂ, കളാംബോധ കളായ കോമള തനു ഛായാശിധി ഭൂതിമത് സംഖ്യാനാന്തരിതസ്തനാന്തരലസൻ മാലാഖിലൻ മൗക്തികാം നാഭീകൂപ സരോജനാളി വിലസത് ഛാദോദരി ഈശാപദീം ദൂരീകുറുവൈ ദേവി ഘോര ദുരിതം ശ്രീഭദ്രകാളീം ഭജേ. ഭദ്രകാളി അഷ്ടകത്തിലെ ഒരേ ഒരു പ്രാർത്ഥനയാണ്. എന്താണ് പ്രാർത്ഥന? ദൂരീകുറുവൈ ദേവി ഘോര ദുരിതം. ഏത് കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലൊക്കെ പ്രത്യേകിച്ച് ചൊല്ലാൻ പറ്റുകയാണ്. ദേവി എന്ത് ചെയ്യരുതേ, ഒരു പ്രകൃതിക്ഷോഭവും ഞങ്ങളെ ബാധിക്കരുതേ, ത്രിവിധ ദുഃഖത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. അതല്ലേ ശാന്തി ശാന്തി ശാന്തി. എന്തിനാ അങ്ങനെ പറയുന്നത്? ഈ ശാന്തി 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 എന്ന് പറയുന്നത് എന്തിനാ? ശാന്തിക്ക് പൈസ കൊടുക്കാനാണ്. ഈ ഓരോ മന്ത്രം നമ്മൾ പറയില്ലേ ഇങ്ങനെ ശാന്തി ശാന്തി, നമുക്ക് അതിന്റെ അർത്ഥം അറിഞ്ഞൂടാ. അതുകൊണ്ട് നമ്മൾ ശാന്തി 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 എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. എന്താ ശാന്തി? ഈ 3 ശാന്തി പറയുന്നതിന്റെ അർത്ഥമുണ്ട്. 3 വിധമായ ദുഃഖമാണ് നമുക്കുള്ളത്. ആധ്യാത്മികം, ആദിഭൗതികം, ആദി ദൈവികം. 3 വിധമായ ദുഃഖങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ എന്ന ആശയമാണ്. അത് അടുത്ത ക്ലാസ് എടുക്കാൻ വരുമ്പോൾ ഞാൻ പറയാം, ചോദിച്ചാൽ പറഞ്ഞുതരാം എന്താണ് ത്രിവിധ ദുഃഖങ്ങളെന്ന്. അത് വിശദീകരിക്കാൻ തന്നാൽ ഭദ്രലക്ഷ്മണ നിർത്തേണ്ടി വരും. പോട്ടെ. അപ്പൊ എന്താണ്? ദൂരി കുറുവൈ ദേവി ഘോരദുരിതം. അപ്പൊ ഭദ്രകാളീശ്വരർ ഒരേ ഒരു പ്രാർത്ഥന എന്താണ്? ഇത് സ്തോത്രകൃതികളിലല്ലേ പെടുത്തിയിരിക്കുന്നത്, ദേവീ സ്തോത്രകൃതികളാണ് പെടുത്തിയിരിക്കുന്നത്. എങ്കിലും സാധാരണ സ്തോത്രങ്ങളിലൊക്കെ എനിക്ക് തരണേ, എൻ്റെ പിള്ളേർക്ക് തരണേ, മക്കൾക്ക് തരണേ ഇങ്ങനെ വിളിക്കുമ്പോ ഇവിടെ ഒരു ചോദ്യവുമില്ല. ആവശ്യം ഒന്നേ ഉള്ളൂ. എന്താണോ? ഘോരദുരിതം. ഈ സംസാരത്തിന്റെ ഘോരദുരിതത്തിനെ മാറ്റണമേ എന്നാണ്. ശരി. കാള അംബോധകളായ, കാളം കറുത്ത, അംബോധം മേഘം, കാളാംബോധം കറുത്ത കാർമേഘങ്ങളായ, കാർമേഘം പോലെയുള്ള, കളം കറുത്തത്, കോമളതനു ഛായാശിതി ഭൂതിമത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭദ്രകാളിയുടെ കറുപ്പിന്റെ കാരണം എന്താണെന്ന്. ആർക്ക് പറയാം? ഇവിടെ ഗുരു വർണ്ണിക്കുന്നത് കാളാംബോധകളായ കോമളതനു ഛായ, കാർമേഘത്തിൻ്റെത് പോലെ കറുത്തു മനോഹരമായ ശരീരത്തോട് കൂടിയവളെ ഭദ്രകാളി. അവിടെ ഭദ്രകാളിയുടെ കറുത്ത നിറത്തിന് കാരണം എന്താ ഞാൻ ആദ്യം പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. എന്താണ്? ദേവിയെ അറിയുന്നതിനുള്ള നമ്മുടെ അറിവിന്റെ പരിമിതി, ദാറ്റ് ഈസ് അവ്യക്തത. മറന്നു പോകരുത് അല്ലേ? ബ്രഹ്മജ്ഞാനം നമുക്ക് പൂർണ്ണമാക്കാൻ കഴിയാത്തതിന്റെ കുറവ്, അവ്യക്തത. യെസ്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞ കറുപ്പ്. അല്ലാതെ ദേവി കറകറ കരിവാരി പൂശുവലിരിക്കുന്നൊന്നും വിചാരിച്ച് പൊക്കളയരുത്. കളാംബോധ കളായ കോമള തനു ഛായാശിരി ഭൂതിമത്. അങ്ങനെയുള്ള അവ്യക്തമായ ഭാവത്തോടുകൂടി ആർക്കും മനസ്സിലാകാൻ കഴിയാത്ത, ആർക്കും പിടികൊടുക്കാൻ കഴിയാത്തതായ, വാഴ്ത്തുവാനും അരുതേ എന്ന തരത്തിലുള്ള സ്വരൂപത്തോടു കൂടിയ അല്ലയോ അമ്മേ, സംഖ്യാനാന്തരിത സ്തനാന്തരലസന്മാലാകിലൻ മൗക്തികം. ഇവിടെ അമ്മയുടെ സ്തനങ്ങൾക്ക്, 2 സ്തനങ്ങൾക്കും ഇടയിലുള്ള സ്ഥലത്ത് സ്തനാന്തരം, അവിടെ സംഖ്യാനാന്തരം, എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്, സംഖ്യാനന്തരിത സ്തനാന്തരലസന്മാല. എന്ത് ധരിച്ചിരിക്കുന്നു ദേവി? നല്ല സുന്ദരമായ മാല ധരിച്ചിരിക്കുന്നു അല്ലേ? മുത്തുമാലകള് ധരിച്ചിരിക്കുന്നു. ആ മുത്തുമാല എവിടെ കിടക്കും? നമ്മുടെ നെഞ്ചത്ത് കിടക്കും അല്ലെ? 2 സ്ഥലങ്ങൾക്കിടയിൽ മാല കിടക്കുന്നത്.
അമ്മ ധരിച്ചിരിക്കുന്ന ആ മുത്തുമാലകളുടെ മുത്തുകൾക്ക് സംഖ്യാനന്തരം എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത്രയും സൗന്ദര്യമാണ് അമ്മയ്ക്ക് ഉള്ളത്. അതിനൊക്കെ ഒരുപാട് അർത്ഥം വിശദീകരിക്കണം, സമയമില്ല. സംഖ്യാനാന്തരിത സ്തനാന്തരലസൻ മാലാകിലൻ മൗക്തിക. മൗക്തിക മുത്തുകൾ കൊണ്ടുള്ള മാലകൾ ധരിച്ചിരിക്കുന്നവളെ. നാഭീകൂപ സരോജ നാളി വിലസ ഝാതോ ഉദരി. നാഭി താമര പോലെ വിടർന്ന് വിശാലമായ നാഭിക്കുഴി ഉള്ളവളെ. അമ്മയുടെ വയറ് കണ്ട്, ഈ ഉദരം ഘടി കണ്ടാൽ, ഘടി ഇടുപ്പ് അവിടം കണ്ടാൽ എങ്ങനെ തോന്നും? വിശാലമായ താമരയുടെ തണ്ട് പോലിരിക്കും എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഒതുങ്ങിയ അരക്കെട്ടോട് കൂടിയവളെ. മൃഗരാജ ഘടി എന്ന് ആചാര്യർ വർണ്ണിച്ചത്. അങ്ങനെയുള്ള അപ്പൊ ശരീര സൗന്ദര്യത്തിന്റെ മൂർത്തിമത് ഭാവമായിരിക്കുന്ന അമ്മ എത്ര കൊണ്ട് പൊക്കാമോ അത്രയും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ദേവിയെ സ്തുതിക്കാം, അല്ലേ? അതാണ്. അങ്ങനെയുള്ള അല്ലയോ അമ്മേ, നാഭീകൂപ സരോജ നാളി വിലസ ഛാദോ ഉദരി ഈശാപതി. ഈശന്റെ പത്നിയായിട്ടുള്ളവളെ അല്ലയോ അമ്മേ ദുർഗേ. ദുരി കുർവൈ ദേവി. ഘോരദുരിതം, ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളെയൊക്കെയും അവിടുന്ന് ദുരീകരിക്കണമേ ഭദ്രകാളി. ഇതാണ് പ്രാർത്ഥന. എട്ടാമത്തെ മന്ത്രം. ആത്മീയസ്തന കുംഭ കുങ്കുമരജ പങ്കാരുണാലം കൃത ശ്രീകണ്ഠൗരസ ഭൂരി ഭൂതി അമരി കോടീരഹീരായിതാം വീണാപാണി സനന്ദനന്ദിത പദാം ഏണീ വിശാലേഷണാം വേണീഘ്രീണിത കാളമേഘ പടലീം ശ്രീഭദ്രകാളീം ഭജീം. എല്ലാ ദേവീഭാവങ്ങളും ഒന്നിച്ച് വന്നു നിന്ന് ഗുരുവിന് ദർശനം കൊടുത്തിരിക്കുകയാണ്. അങ്ങോട്ട് നോക്കിക്കേ, ആരൊക്കെയുണ്ട്? ആത്മീയസ്തന കുംഭ കുങ്കുമരജ പങ്കാരുണാലം കൃത. ആത്മീയമാകുന്ന സ്തനം കുങ്കുമം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതായ ആത്മരസം. ഏത്? ആനന്ദ അനുഭൂതി നുകരാൻ, ആനന്ദ അതിരേകത്തിൽ ഭക്തന് ആനന്ദത്തിന്റെ അമൃതകുംഭത്തിൽ, അമൃതത്തിന്റെ എന്താണ് ധ്വനിയിലെത്തിക്കുവാൻ ആനന്ദ അമൃതം ഭക്തന് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള കുംഭകുങ്കുമ രജ പങ്കാരുണാലങ്കൃതം. അങ്ങനെയുള്ള മാർവിടങ്ങളോട് കൂടി, അലങ്കൃതമായ മാർവിടങ്ങളോട് കൂടിയിരിക്കുന്ന അല്ലയോ അമ്മേ. ഇവിടെ സൃഷ്ടിയുടെ എന്താണ് പ്രഭാവമുണ്ട്. ആത്മീയ സ്തന കുംഭ കുങ്കുമരജ പങ്കാരുണാലംകൃത ശ്രീകണ്ഠൗരസ ഭൂരിഭൂതി. അല്ലയോ അമ്മേ. നമ്മൾ ആദ്യം കണ്ടത് ആരെ തുടങ്ങിയിട്ടാ? പാർവതിയെ. ഇവിടെയും പാർവതിയിലേക്ക് വരിക. എന്താ പറഞ്ഞത്? ആത്മീയമായ, ആത്മീയ സ്വന്തമായിട്ടുള്ള അർത്ഥം. ആത്മീയ സ്തന കുംഭ കുങ്കുമരജ. അമ്മയുടെ സ്തനങ്ങളിൽ അണിഞ്ഞിരിക്കുന്ന, അമ്മയുടെ മുഖത്തും മാർവിട സ്തനങ്ങളിൽ നിന്ന് സ്തന കുങ്കുമ രജ പങ്കാരുണാലംകൃത ശ്രീകണ്ഠ ഔരസ ഭൂരിഭൂതി. അമ്മയുടെ മാർവിടങ്ങളില് എന്താണ് കാണുന്നത്? ശ്രീകണ്ഠന്റെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്നതായ ആ ഭൂരിഭൂതി. ഏത്? ഭസ്മം. അപ്പൊ ശ്രീകണ്ഠന്റെ മാർവിടത്തിൽ എന്ത് അണിഞ്ഞിരിക്കുന്നു? കാണാൻ കഴിയുന്നു അമ്മയുടെ നെറ്റിയിൽ അണിഞ്ഞിരിക്കുന്നതായ കുങ്കുമം. കണ്ടോ? മനസ്സിലായോ? പാർവതീ സമേതനായി, അല്ലേ? പാർവതീ സമേതനായ പരമശിവനിൽ തുടങ്ങി അവിടെ വന്ന് അവസാനിച്ചു. അദ്വൈതത്തിന്റെ മൂർത്തിഭാവം എവിടെ തുടങ്ങിയോ അവിടെ കൊണ്ട് വിട്ടു. അതാണ് ഒന്നായ മാമതിയിൽ നിന്ന് തുടങ്ങി ആ മാമതിയിൽ എത്തിച്ചു. ഓക്കെ. ആത്മീയ സ്തന കുംഭ കുങ്കുമരജ പങ്കാരുണാലംകൃത ശ്രീകണ്ഠ ഔരസ ഭൂരിഭൂതി അമരീ കോടീരഹീരായുധം. അതെവിടെയാണ് പറ്റിയിരിക്കുന്നത്? അമ്മ അണിഞ്ഞിരിക്കുന്നതായ ആ കോടീരഹീരം. ഹീരം തലമുടി. അമ്മയുടെ തലമുടിക്കെട്ടില് ശ്രീകണ്ഠന്റെ മാർവിടത്തിലെ ഭസ്മങ്ങളും പൂശിയിരിക്കുന്നു, അല്ലേ? ആലിംഗനം അവസ്ഥ. യെസ്. കോടീരഹീരായുധം. അങ്ങനെയുള്ളവളെ അല്ലയോ അമ്മേ. വീണാപാണി.
വീണാപാണി ആരാ? നാരദൻ. നാരദാദി സനന്ദ നന്ദിത പദം, സനക സനന്ദ സനൽകുമാരാദികളായ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരാൽ വന്ദിക്കുന്ന പാദകമലങ്ങളോട് കൂടിയവളെ. മനസ്സിലായോ? വീണാപാണി സനന്ദ തീർന്നു. നന്ദിത പദം ഏണീ വിശാലേക്ഷണം, വിശാലമായ ഏക്ഷണങ്ങളോട് കൂടിയവളെ. വേണീഹ്രീണിത കാളമേഘ പടലീം, മനോഹരമായ വേണീഹ്രീണിത കാള, ഇതൊക്കെ വിശദീകരിക്കുന്ന കുറെ സമയം വേണം. ഏണിയുടേതുപോലെ കലമാന്റേതുപോലുള്ള വിശാലമായ ഈക്ഷണത്തോട് നോട്ടത്തോട് കൂടിയവളെ അല്ലയോ അമ്മേ, ശ്രീഭദ്രകാളിയും ഭജേ, ഞാൻ ഭദ്രകാളിയെ ഭജിക്കുന്നു എന്നാണ്. 8 മന്ത്രങ്ങൾ തീർന്നു. ഇനി ഫലശ്രുതിയാണ്. 1 മിനിറ്റ് കൂടെ എടുക്കാമല്ലോ. 8 മന്ത്രം വായിക്കണോ? അദ്ദേഹം വരട്ടില്ലല്ലോ. ദേവീ പാദപയോജ പൂജനം ഇത് ശ്രീഭദ്രകാളഷ്ടകം രോഗൗഘാഘന അനിലായിതമിതം. ഓക്കെ, ദേവിയുടെ പാദപയോജങ്ങളെ പൂജിക്കുന്നത് എത്രത്തോളം പൂജിക്കാൻ കഴിയുമോ അത്രത്തോളം ശ്രേഷ്ഠമായ മന്ത്രമാണ് ഇതി ഭദ്രകാളി അഷ്ടകം. ഭദ്രകാളി അഷ്ടകം എന്ന ഈ മന്ത്രം എന്താണ്? ദേവിയുടെ പാദപത്മങ്ങളെ എത്ര വിശാലമായ, എത്ര ഭംഗിയുള്ള, എത്ര വിലപിടിപ്പുള്ള മുത്തുകൾ കൊണ്ടും പുഷ്പങ്ങൾ കൊണ്ടും സൗരഭ്യമുള്ള പുഷ്പങ്ങൾ കൊണ്ട് പൂജിക്കാമോ അതിനേക്കാളേറെ, എത്ര ശക്തിമത്തായ പൂജാ മന്ത്രങ്ങളാൽ ദേവിയെ സ്തുതിക്കാമോ അതിനേക്കാളേറെ ഉജ്ജ്വലമായ മന്ത്രമാണ് ഇതി ഭദ്രകാളി അഷ്ടകം, ഈ ഭദ്രകാളി അഷ്ടകം. അതുകൊണ്ട് ഇത് ഭജിച്ചാൽ രോഗൗഘ അഘ ഘന അനില ഇതമിതം, രോഗം, അഘം, ദുഃഖം എന്നിവയെ, ഘനം ഇതാണ് കാർമേഘക്കെട്ട്, അനിലം കാറ്റ്, വൻ കാർമേഘക്കെട്ടുകളെ കാറ്റടിച്ച് എപ്രകാരം അകറ്റിക്കളയുമോ അപ്രകാരം നമ്മുടെ ഭൗതികമായ ജീവിതത്തിലെ രോഗ ദുരിത ദുഃഖങ്ങളെ അകറ്റിക്കളയുവാൻ ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമാണ് ഇതി ഭദ്രകാളി അഷ്ടകം. അതുകൊണ്ട് എന്ത് ചെയ്യുക? പ്രാതപ്രഗേയ പഠൻ, പ്രഭാതത്തിൽ ഇത് പഠിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുന്നവൻ ശ്രേയ, അവന് സർവവിധമായ ശ്രേയസ്സും കിട്ടും. ഒപ്പം പ്രേയസ്സും കിട്ടും. ശിവകീർത്തി സമ്പദമലം, ശിവനോളം പോന്ന കീർത്തി ലഭിക്കും. സമ്പത്ത് കിട്ടും. അമലനായിത്തീരും, നിർമ്മലനായിത്തീരും. സംപ്രാപ്യ സമ്പന്മയും, സമ്പത്തിന്റെ ഉടമയായിത്തീരും. 10 കാറും 22 ബംഗ്ലാവുമല്ല, നന്മയുടെ വിളനിലമായി തീരും. പിന്നെയോ ശ്രീ ദൈവീ മനപ്പായിനിയും ഗതിമയൻ, അവൻ എന്ത് ചെയ്യും? അമ്മയുടെ ആ പാതാരവിന്ദങ്ങളിൽ ലയിച്ച് അതിൽ ഗതിയടയും, ഗതി പ്രാപിക്കും. സോ അയം, ആ അമ്മയിൽ ലയിച്ച്, മഹാഗുരുവിൽ ലയിച്ച്, അയം സുഖീ വർത്തതെ, അങ്ങനെ തന്നെ ഇനിയൊരു ജന്മമില്ലാതെ ദൈവദശകത്തിൽ നിന്നിൽ സ്പന്ദമാകണം എന്ന് ഗുരു നമ്മെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് പോലെ ആ സ്പന്ദനമില്ലാത്ത അവസ്ഥയിൽ ദേവിയിൽ ലയിച്ചു ചേരും എന്നാണ് ഗുരു കൽപ്പിച്ചിരിക്കുന്നത്. എന്നെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ അവസരം തന്ന ഈ സംഘാടകർക്ക് ഗുരുവിന്റെ നാമധേയത്തിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഭദ്രകാളി അഷ്ടകം ആദ്യം ഒന്നുകൂടെ ചൊല്ലിക്കൊണ്ട് നിർത്തുന്നു. ഞാൻ ഒരാളുടെ ആവശ്യം, അതിനുള്ള അവസരം കൂടെ തരണം. ശരി. ശ്രീമത് ശങ്കരപാണി പല്ലവ കിരൽ ലോലംബമാലോലസൻ മാലാലോല കലാപകാളകബരി ഭാരാവലി ഭാസുരി കാരുണ്യാമൃത വാരിരാശിലഹരി പീയൂഷവർഷാവലീം ബാലാംബാം ലളിതാളകാം അനുദിനം ശ്രീഭദ്രകാളീം ഭജേ. ഹേലാധാരിത ദാരികാസുരശിര ശ്രീവീരബാണോന്മദ ശ്രേണീ ശോണിത ശോണിമാധരപുടീം
വീടീരസാസ്വാദിനീം പാടീരാതി സുഗന്ധിചൂചു കതടീം ഷാഡീ കുടീരസ്തരീം ഘോടീ വൃന്ദ സമാന ധാടിയുയുധീം ശ്രീഭദ്രകാളീം ഭജേ ബാലാർക്കായുധ കോടിഭാസുര കിരീടാ ആമുഗ്ധമുഗ്ധാളക ശ്രേണീനിന്ദിതവാസികാമരു സരോജ ആകാഞ്ചലോരുശ്രിയം വീണാവാദന കൗശലാശയശയ ശ്രീയാനന്ദ സംദായിനീം അംബാം അംബുജലോചനാം അനുദിനം ശ്രീഭദ്രകാളീം ഭജേ മാതംഗ ശ്രുതിഭൂഷിണീം മധുധരീ വാണീ സുധാ ആമോഷിണീം ഭ്രൂവിക്ഷേപ കടാക്ഷ വീക്ഷണ വിസർഗ ക്ഷേമ സംഹാരിണീം മാതംഗീം മഹിഷാസുര പ്രമഥിനീം മാധുര്യധുര്യാകര ശ്രീകാരോത്തര പാണി പങ്കജപുടീം ശ്രീഭദ്രകാളീം ഭജേ മാതംഗാനന ബാഹുലേയ ജനനീം മാതംഗ സംഗാമിനീം ചേതോഹാരുതനിച്ഛവിം ശബരികാ ചക്ഷുഷ്മദീമംബികാം ജൃംഭപ്രൗഢ നിസുംഭസുംഭമധിനീം അംഭോജഭൂപൂജിതാം സമ്പത്സന്ധതിദായിനീം ഹൃദി സദാ ശ്രീഭദ്രകാളീം ഭജേ ആനന്ദൈകതരംഗിണി അമലഹൃൻ നാളീകഹംസീമണീം പീനോത്തുംഗഘനസ്തനാം ഘനലസത് പാടീരപങ്കോജ്വലം സൗമാവീത നിദംബബിംബരസനാ സ്യൂതക്കൊണക്കിങ്കിണീം ഏണാംഗാംബുജഭാസുരാസ്യമയനാം ശ്രീഭദ്രകാളീം ഭജേ കാളാംബോധകളായ കോമളതനുച്ഛായാശിരീഭൂതിമത് സംഖ്യാനാന്തരിതസ്തനാന്തരലസൻ മാലാകിലൻ മൗക്തികം നാഭീകൂപ സരോജനാളി വിലസത് ജാതോദരി ഈശാപദീം ദുരീകുർവൈ ദേവി ഘോരദുരിതം ശ്രീഭദ്രകാളീം ഭജേ ആത്മീയസ്തന കുംഭകുങ്കുമരജ പങ്കാരുണാലംകൃത ശ്രീകണ്ഠൗരസഭൂരിഭൂതി അമരീ കോടീരഹീരായിതാം വീണാപാണി സനന്ദനന്ദിത പദം ഏണീ വിശാലക്ഷണാം വേണീഹ്രീണിത കാളമേഘപടലീം ശ്രീഭദ്രകാളീം ഭജേ ദേവീ പാദ പയോജപൂജനം ഇതി ശ്രീഭദ്രകാളഷ്ടകം രോഗൗഘാഘന അനിലായിതമിതം പ്രാതപ്രഗേയ പഠൻ ശ്രേയ ശ്രീ ശിവകീർത്തി സമ്പദമലം സംപ്രാപ്യ സമ്പന്മയീം ശ്രീദേവീമനപ്പായിനി ഗതിമയൻ സ്വയം സുഖീ വർത്തതേ. ഈ ഉള്ളവന് വാക്കുകൾ തന്ന മഹാഗുരുവിൻ്റെ പാദകമലങ്ങളിൽ എൻ്റെ വാക്കുകൾ അക്ഷരപ്പൂക്കളായി സമർപ്പിച്ചുകൊണ്ട്
അമ്പ ശാരദാംബയുടെ പാതാരവിന്ദങ്ങളിൽ 1 കോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീനാരായണ